السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين. أما بعد. വേദിയിലെ ആദരണീയരായ നേതാക്കന്മാരെ, സദസ്സിലെ ബഹുമാന്യരായ സഹപ്രവർത്തകരെ, ഒരു 11 വർഷത്തിന് ശേഷം പുലാമന്തോൾ വച്ച് വീണ്ടും ജിന്നവാദവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് എത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധമായും പ്രാമാണികമായും കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജിന്നവാദം അഥവാ ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നുകളോട് സഹായം തേടുന്നത് പ്രാർത്ഥനയിൽ പെടില്ല. അത് വസീലത്തുൻ ഇല ശിർക്ക്, ശിർക്കിലേക്കുള്ള ഒരു വഴിയാണ്, ശിർക്കാവുകയില്ല എന്ന വാദമാണ് ഇന്ന് വിസ്തമടക്കമുള്ള ജിന്നവാദി ഗ്രൂപ്പുകളൊക്കെ കേരളത്തിലുടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തെ പഠിപ്പിച്ച ഒരു വിശദീകരണമുണ്ട്. അത് പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. കാരണം ഈ സമൂഹത്തിൽ അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രഖ്യാപനത്തെ തള്ളിക്കളയാൻ മുസ്ലിം പൊതുസമൂഹത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് പുരോഹിതന്മാരും അവരുടെ സംഘടനകളും കേരളത്തിലുടനീളം പ്രചാരണങ്ങൾ നടത്തുണ്ടായി. ആ പ്രചാരണങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട്, ആ പ്രചാരണങ്ങളുടെ സത്യസന്ധത പരിശോധിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാര് കേരളത്തിലുടനീളം പ്രഭാഷണങ്ങളും ഗ്രന്ഥങ്ങളും ലഘുലേഖകളും ഒക്കെയായി പ്രബോധന പ്രവർത്തനം ചെയ്യുകയുണ്ടായി. ഞാൻ അതിൻ്റെ ഒരു പശ്ചാത്തലം നിങ്ങൾ ഓർത്തെങ്കിലാണ് ഈ വിഷയത്തിന്റെ ഒരു കടന്നുവരവ് നമുക്ക് മനസ്സിലാവാം. എന്തായാലും സമസ്തയുമായി ബന്ധപ്പെട്ട് നമുക്കിടയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസം പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞതാണ്. മുജാഹിദ് പ്രസ്ഥാനം പ്രാർത്ഥന പടച്ചവനോട് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞതാണ് അഭിപ്രായ വ്യത്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഏരിയ. അവിടെ സമസ്ത അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കാം, അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഒക്കെ പ്രാർത്ഥിക്കാം എന്ന അവരുടെ വാദം സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കുറെ ന്യായങ്ങൾ പറഞ്ഞു. ഒരൊറ്റ ആയത്താണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലുടനീളം മുസ്ലിം കൈരളിയെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്. സൂറത്തു ഫാത്തിഹ. സൂറത്തു ഫാത്തിഹയിൽ അല്ലാഹു പറഞ്ഞു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ ഇസ്തിആനത്ത് സഹായം തേടുന്നു. വ ഇയ്യാക നസ്തഈൻ. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൂർവ്വകാല പണ്ഡിതന്മാർ കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ചിരുന്ന ആളുകളുടെ മുമ്പിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി, ഖുർആന്റെ കാഴ്ചപ്പാട് തിരിച്ചറിയുന്നതിന് വേണ്ടി ഓതിക്കൊടുത്ത ആയത്ത്. വളരെ വ്യക്തമാണ് ആ ആയത്ത്. പടച്ചോനെ മാത്രമേ ആരാധിക്കാവൂ എന്നതിനോട് ചേർത്തുകൊണ്ടാണ് വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ എന്ന് ആയത്ത് പഠിപ്പിക്കുന്നത്. ഈ ആയത്തിന് മുമ്പിൽ സമസ്തക്ക് പിടിച്ചിക്കാൻ പറ്റിയില്ല. അതല്ലെങ്കിൽ സമസ്ത രൂപപ്പെടുന്നതിന് മുമ്പുള്ള
പുരോഹിതന്മാർക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യയില്ല. പടച്ചവനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ. ആ പ്രശ്നത്തെ, ആ വിഷയത്തെ പ്രശ്നവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടവുകളായിരുന്നു പിന്നീട് പുരോഹിതന്മാരുടെ ഭാഗത്ത് നിന്ന് കേരളത്തിലുടനീളം കണ്ടത്. നിന്നോട് മാത്രം സഹായം തേടൂ എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ്. അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന നിലയിലാണ് കേരളത്തിലുടനീളം അവർ അവതരിപ്പിച്ചത്. മാത്രമല്ല, സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ പടച്ചവനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ, അല്ലേ? അതല്ല മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. എങ്കിൽ നിങ്ങൾ ഭാര്യയോട് സഹായം തേടാറില്ലേ? നിങ്ങൾ ഡോക്ടറോട് സഹായം തേടാറില്ലേ? നിങ്ങൾ പോലീസുകാരോട് സഹായം തേടാറില്ലേ? നിങ്ങൾ രാഷ്ട്രീയക്കാരോട് സഹായം തേടാറില്ലേ? ഇങ്ങനെ പല സഹായത്തേട്ടങ്ങളും നിങ്ങൾ നടത്താറില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ സാധാരണക്കാരായ അറിവില്ലാത്ത പാമരന്മാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് മുൻപിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കുകയാണ് ചെയ്തത്, വസ്വാസ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഈ വസ്വാസ് നീക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും അധികം പണിയെടുത്തിട്ടുള്ളത്. ഇവിടുന്നാണ് നമ്മൾ ജിന്നവാദത്തിന്റെ ഉൾപിരിവ് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാര്? പ്രാർത്ഥന പടച്ചവനോട് മാത്രമേ സഹായം തേടാവൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഭാര്യയോടും ഭർത്താവിനോടും ഒക്കെ സഹായം തേടാൻ പറ്റുമോ? മനുഷ്യന്മാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായം തേടാൻ പറ്റുമോ? കാരണം പടച്ചവനോട് മാത്രമല്ലേ സഹായം തേടണ്ടു. അപ്പൊ പിന്നെ ഡോക്ടറോട് സഹായം ചോദിക്കാൻ പറ്റുമോ? തുടങ്ങിയ വിദണ്ഡവാദങ്ങളെ ബോധവൽക്കരിക്കുക, ആ വാദങ്ങൾക്കെതിരെ സമൂഹത്തിന്റെ ദിശനയെ ബോധവൽക്കരിക്കുക എന്ന പണിയാണ് മുജാഹിദ് പണ്ഡിതന്മാർക്ക് കാര്യമായിട്ട് ഇതിന്റെ ആരംഭഘട്ടത്തിലും ഇപ്പോഴും എടുക്കാനുള്ള പണി. ഇപ്പോഴും ആ കൺഫ്യൂഷനാണ് ജനങ്ങൾക്ക്. ഇപ്പോൾ ആ കൺഫ്യൂഷനിലാണ്. അവരിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാരായ പാമരന്മാരായിട്ടുള്ള ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അള്ളാഹിനോട് മാത്രമേ സഹായം തേടാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ വേറെ പലരോട് സഹായം തേടുന്നില്ലേ? അതിന്റെ അവസ്ഥ എന്താകും? ഈ അവസ്ഥ നീക്കുന്നതിന് വേണ്ടി, ഈ വസ്വാസ് മാറ്റുന്നതിന് വേണ്ടി കേരളത്തിലുടനീളം മുജാഹിദ് പണ്ഡിതന്മാർ വിശദീകരിച്ചു. എന്താണ് പ്രാർത്ഥനയാകുന്ന സഹായത്തേട്ടവും പ്രാർത്ഥനയാകാത്ത സഹായത്തേട്ടവും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് മുജാഹിദ് പണ്ഡിതന്മാർ പറഞ്ഞത്? മുജാഹിദ് പണ്ഡിതന്മാർ പറഞ്ഞത് പ്രാർത്ഥനയാകുന്ന സഹായത്തേട്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിനതീതമായ സഹായത്തേട്ടമാണ്. അപ്പൊ എന്താ പ്രാർത്ഥനയാകുന്ന സഹായത്തേട്ടം? ഒരു സഹായത്തേട്ടം എപ്പോഴാ പ്രാർത്ഥനയാകാ? സമസ്ത ഉണ്ടാക്കിയ വസ്വാസ് തീർക്കാൻ കുഞ്ഞീദ് മദനി പഠിപ്പിച്ചു കൊടുത്തു, KNM പഠിപ്പിച്ചു കൊടുത്തു, KJ പഠിപ്പിച്ചു കൊടുത്തു, ആ കാലഘട്ടത്തിലെ മുജാഹിദ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ മനുഷ്യ കഴിവിനതീതമായ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. വളരെ വ്യക്തമാണ്. അത് കേവലം അദ്ദേഹം മാത്രമല്ല പറഞ്ഞത്, മറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ആ സമയത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും പ്രഭാഷണങ്ങളിലും ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅ കുഞ്ഞീദ് മദനി തന്നെയാണ് എഴുതിയത്. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 102-ാമത്തെ ഈ പുസ്തകത്തിന്റെ 104-ാമത്തെ പേജിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു. അദ്ദേഹം ഒരു കഥ പറഞ്ഞിട്ട് ആ കഥയിലൂടെ അദ്ദേഹം ഇങ്ങനെ വ്യക്തമാക്കാണ്. കരയിലോ കടലിലോ വായുവിലോ വെച്ച് മനുഷ്യൻ അത്യാപത്തിലകപ്പെടുന്നു. ഞാനിത് പറയുമ്പോ, ഈ പ്രാർത്ഥനയ്ക്ക് നൽകിയ ഈ വിവരണം പറയുമ്പോ ജിന്നിനോട് സഹായം തേടുന്നതിന്റെ വിധി എങ്ങനെ വരും എന്ന് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. ജിന്നുകളോട് ഒരാൾ സഹായം തേടുന്നത് ശിർക്കാണോ അല്ലേ എന്ന് ഈ വരികളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അതാ ഞാൻ വായിക്കാണ്. കരയിലോ കടലിലോ വായുവിലോ വെച്ച് മനുഷ്യൻ അത്യാപത്തിലകപ്പെടുന്നു. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള രക്ഷാമാർഗങ്ങൾ തന്റെ മുമ്പിൽ അടഞ്ഞു പോകുന്നു. ഏത് രക്ഷാമാർഗ? അടിവരട്ടോ, ഏത് രക്ഷാമാർഗ? കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രക്ഷാമാർഗങ്ങൾ അടഞ്ഞു പോകുന്നു. തന്റെ സർവ്വ കഴിവുകളും തന്ത്രങ്ങളും തളർന്നു പോകുന്നു. മരണം തന്നെ മാടി വിളിക്കുന്നതായി അവന് തോന്നുന്നു.
ഇനി തനിക്ക് വല്ല രക്ഷയും ലഭിക്കണമെങ്കിൽ അത് മനുഷ്യാതീത ശക്തിയിൽ നിന്ന് മാത്രമാണ് എന്ന് അവന് ദൃഢബോധ്യമാവുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തിക്കാണ് ഈ വചനത്തിൽ എന്നീ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാണ് മലയാളത്തിൽ പ്രാർത്ഥിക്കുക, വിളിച്ച് സഹായം തേടുക, വിളിച്ച് പ്രാർത്ഥിക്കുക, രക്ഷ തേടുക എന്നെല്ലാം പറയുന്നത്. വളരെ വ്യക്തമാണ്. മനുഷ്യന് ഒരാപത്ത് പറ്റുന്നു, അത് കരയിൽ വെച്ചാകാം, കടലിൽ വെച്ചാകാം, വായുവിൽ വെച്ചാകാം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു ദിക്കിൽ വെച്ച് അവന് ഒരു അപകടം സംഭവിക്കുന്നു. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള എല്ലാ അടഞ്ഞുപോയി. ഇനി അവന് രക്ഷമാണെങ്കിൽ മനുഷ്യാതീത ശക്തിയിൽ നിന്ന് മാത്രമാണ് എന്നവന് ദൃഢബോധമാകുന്നു. അപ്പൊ മനുഷ്യാതീത ശക്തിയിൽ നിന്ന് രക്ഷ തേടുന്നത് കാര്യകാരണ ബന്ധത്തിന്റെ പുറത്താണ്. മനുഷ്യനോട് തേടുമ്പോൾ മാത്രമാണ് കാര്യകാരണ ബന്ധത്തിന്റെ അകത്താകുന്നത്. അതാണ് ഞാൻ ഈ വരികൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. ഇത്തരം വരികൾ, ആ വരികൾ ബോധപൂർവമാണ് നമ്മുടെ പഴയകാല പണ്ഡിതന്മാർ എഴുതിയത്. ബോധപൂർവമാണ്. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള രക്ഷാമാർഗങ്ങൾ തന്റെ മുമ്പിൽ അടഞ്ഞു പോകുന്നു. അടുത്ത രണ്ട് വരി കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത്? മനുഷ്യാതീത ശക്തിയിൽ നിന്ന് മാത്രമാണ് തനിക്ക് രക്ഷ ലഭിക്കുന്നത് എന്നവന് ദൃഢബോധ്യമാവുകയും ചെയ്യുന്നു. അപ്പൊ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വഴികളൊക്കെ അടഞ്ഞുപോയി. ഇനി രക്ഷ കിട്ടണമെങ്കിൽ മനുഷ്യാതീത ശക്തിയാകണം. അപ്പൊ ഇവിടെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അത് ആരോടാണ്? മനുഷ്യനോട് മാത്രമാണ്. കാര്യകാരണ ബന്ധം അടഞ്ഞു പോകുമ്പോ പിന്നെ മനുഷ്യാതീത ശക്തിയെ പുറത്തുള്ളൂ. കാര്യകാരണ ബന്ധത്തിന്റെ അകത്താകുമ്പോഴോ മനുഷ്യനോട് ചോദിക്കാൻ പറ്റുള്ളൂ. വളരെ വ്യക്തമാണ്. കുഞ്ഞീദ് മദനി അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കേരളക്കരയെ അദ്ദേഹം പഠിപ്പിച്ചു. അദ്ദേഹം മാത്രമല്ല, നമ്മൾ ഇന്നും വായിക്കുന്ന അമാനി മൗലവിന്റെ തഫ്സീർ ഉണ്ടല്ലോ. അമാനി മൗലവിന്റെ തഫ്സീർ സൂറത്ത് ഫലക്ക്, ആ സൂറത്ത് ഫലക്ക് അതിന്റെ വ്യാഖ്യാനത്തിൽ അമാനി മൗലവി എഴുതുന്നു, ഞാൻ പറയുന്നു, വീണ്ടും നിങ്ങൾ ജിന്നുകളോട് സഹായം തേടുന്ന വിസ്തത്തിന്റെ ഷർത്ത് സ്വീകരിച്ച്. വിസ്തത്തിന്റെ ഷർത്ത് എന്താ? ഹയ്യ്, ഹാളിർ, ഖാദിർ. ഈ 3 ഷർത്താണല്ലോ വിസ്തം പഠിപ്പിച്ചത്. അപ്പൊ ഖാദിർമൊക്കെ ഇടുന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇളകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഖാദിർമൊക്കെ നമുക്ക് വരാം അല്ലെ. ഇപ്പൊ ഖാദിറിന്റെ ചർച്ചടക്കാണ്. ഹനീഫ് കായ്ക്കൊടിനെ വെല്ലുവിളിച്ചിരിക്കാണ്. ആര്? മാലിക് സലഫി വെല്ലുവിളിച്ചിരിക്കാണ്. ഖാദിറാണ് അല്ലാന്നപ്പോ മാലിക് സലഫി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്ക്, ഖാദിറിന് തെളിയിക്കാൻ ഹനീഫ് കായ്ക്കൊടിനെ വെല്ലുവിളിച്ചിരിക്കാണ്. ഇത്രയും കാലം ഖാദിറാണ് എന്ന് പറഞ്ഞ് തർക്കിച്ച ആള് ഇപ്പോ വെല്ലുവിളിച്ചിരിക്കാണ്. പി എന്റെ ലെറ്ററിൽ പോലും ഫീമാ യഖ്ദിറു അലൈഹിൽ മഖ്ലൂഖ് എന്നാ പറഞ്ഞത്. സൃഷ്ടികൾക്ക് കഴിവ് കൊടുത്ത കാര്യങ്ങളിൽ, അഥവാ ജിന്നുകളടക്കമുള്ള സൃഷ്ടികൾക്ക് കഴിവ് കൊടുത്ത കാര്യങ്ങളിൽ ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് പി എന്റെ ലെറ്റർ. അപ്പൊ മാലിക് സലഫി വെല്ലുവിളിച്ചിരിക്കുക. എന്താ? ഖാദിറാണോ എന്ന് തെളിയിക്കാൻ പറ്റോ? ഇല്ലേ? അത് ഞാൻ ആ ഏരിയയിൽ വരുമ്പോ കുറച്ചുകൂടി വിശദീകരിക്കാം. അമാനി മൗലവി എഴുതുന്ന വാക്കുകൾ നിങ്ങൾ നോക്കൂ. ഷിർക്കിന്റെ ഇനങ്ങളിൽ പ്രധാനമായതും കൂടുതൽ പ്രചാരത്തിലുള്ളതും അള്ളാഹുവിന്റെ കഴിവിലും അധികാരാവകാശങ്ങളിലും അള്ളാഹു അല്ലാത്ത വല്ലവർക്കും പങ്കാളിത്തം കൽപ്പിച്ചുകൊണ്ട് അവരിൽ നിന്നും ശാന്തിയും രക്ഷയും തേടലാകുന്നു. തൗഹീദിന്റെ നിഷേധികളിൽ നിന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് വേണ്ടത്ര മനസ്സിലാക്കാത്തവരിൽ നിന്നും വിശ്വാസവും അടിയുറച്ചിട്ടില്ലാത്തവരിൽ നിന്നും ഇതുണ്ടാകുന്നു. എന്നിട്ട് അമാനി മൗലവി പറയുന്നു, ബാഹ്യമായ കാര്യകാരണ ബന്ധങ്ങളിലൂടെ മറ്റു വല്ലവരിലും അഭയം പ്രാപിക്കുകയോ അവരോട് രക്ഷ തേടുകയോ ചെയ്യുന്നത് ശിർക്കാണെന്ന് ഇതിനർത്ഥമില്ല. ബാഹ്യമായ കാര്യകാരണ ബന്ധങ്ങളുടെ അടിച്ചറയിൽ നിന്നുകൊണ്ട് അള്ളാഹു അല്ലാത്ത മറ്റു വല്ലവരോടും സഹായം തേടുന്നത് ശിർക്കാണെന്ന് അർത്ഥമില്ല. ഇനി ശിർക്കായ തേട്ടം അമാനി മൗലവി പഠിപ്പിക്കുക. എന്താ ശിർക്കായ ആ തേട്ടം? അദ്ദേഹം പഠിപ്പിക്കുന്നു, ഏതാണ്? അദൃശ്യവും മനുഷ്യ സാധാരണമല്ലാത്തതുമായ മാർഗത്തിലൂടെ അള്ളാഹു അല്ലാത്തവരോട് രക്ഷക്കപേക്ഷിക്കലാണ് പാടില്ലാത്തത്. അപ്പൊ അദൃശ്യാകാൻ പാടില്ല, മനുഷ്യ സാധാരണമായ സഹായത്തേട്ടം അല്ലാതാകാൻ പാടില്ല. അങ്ങനെ അദൃശ്യമായാൽ, മനുഷ്യ സാധാരണമല്ലാത്തതായാൽ ആ തേട്ടമാണ് ശിർക്ക്. അമാനി മൗലവി പഠിപ്പിച്ചു. ഇനി നിങ്ങളെ അടുത്തുള്ള ആളാണ്, മരണപ്പെട്ടു പോയി, അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ അബ്ദുൽ ഹക്ക് സുല്ലമി അദ്ദേഹത്തിന്റെ അള്ളാഹു വിശ്വാസ കാര്യങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം കേരള നദവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അൽമനാറിൽ ഖണ്ഡശയായി അദ്ദേഹം എഴുതിയ ലേഖനാണ്. ആ പുസ്തകത്തിന്റെ 298-ാമത്തെ പേജ്
298 പേജിൽ അദ്ദേഹം വിശദീകരിക്കുന്നു. അൽ ഇസ്തിആനത്ത് എന്ന് പറയുന്ന ഭാഗത്ത് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഒരു ഹദീസ് കൊടുക്കുന്നു. നീ ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, നീ സഹായം തേടുന്നുവെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക എന്ന ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അബ്ദുൽ ഹഖ് സുല്ലമി പറയുന്നു, മനുഷ്യ കഴിവിന് അതീതമായ പ്രശ്നങ്ങളിൽ മറഞ്ഞ വഴിയിലൂടെ, എന്നിട്ട് മറഞ്ഞ വഴി അദ്ദേഹം വിശദീകരിക്കുക, എങ്ങനെ സഹായം ലഭിക്കുന്നുവെന്നറിയാതെ ഏത് സഹായവും എത്തിക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. എന്നാൽ ഈ സത്യത്തിൽ നിന്ന് വളരെ അകലത്തിലാണ് ദൈവവിശ്വാസികൾ. പടച്ചവനെ ഒരു നോക്കുകുത്തിയാക്കി നിർത്തി അവന്റെ സൃഷ്ടികളോട് സഹായം തേടുന്നു. മലക്കുകൾ, ജിന്നുകൾ, മരണപ്പെട്ടവർ, ജീവിച്ചിരിപ്പുള്ളവർ, വൃക്ഷങ്ങൾ, സർപ്പങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പ്രകൃതി പ്രതിഭാസങ്ങൾ, വായു, അഗ്നി, ഇടിമിന്നൽ, അങ്ങനെ എല്ലാത്തിനോടും തന്നെ രക്ഷിക്കാനും സഹായിക്കാനും മനുഷ്യൻ അർത്ഥിക്കുന്നു. മനുഷ്യ കഴിവിനതീതമായ പ്രശ്നങ്ങളിൽ മറഞ്ഞ വഴിയിലൂടെ എങ്ങനെ സഹായം ലഭിക്കുന്നു എന്നറിയാത്ത വഴിയിലൂടെ. മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ സഹായം ലഭിക്കുന്നു എന്നറിയാത്ത വഴിയിലൂടെ മനുഷ്യർ ആരോട് സഹായം തേടിയാലും ആ സഹായത്തേട്ടം പ്രാർത്ഥനയാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാര് കേരളത്തിൽ പഠിപ്പിച്ചു. ഇനിയും ഒരുപാട് ഉദ്ധരിക്കാനുണ്ട്. ഞാനത് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്കൊരു ആവർത്തന വിരസത വരണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയാം. ഒന്ന് ഫാത്തിഹയുടെ വ്യാഖ്യാനം വക്കം മൗലവി എഴുതി. ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ വക്കം മൗലവി എഴുതി എന്താ? മനുഷ്യശക്തിക്ക് പുറമേയുള്ള വിഷയങ്ങളിൽ സഹായമർത്ഥിക്കുന്നവരും അവരെ അള്ളാഹുവിനോട് സദൃശ്യപ്പെടുത്തുകയാണ്. നിന്നെ മാത്രം ഞങ്ങൾ സഹായത്തെ അർത്ഥിക്കുന്നു എന്ന വാക്യം മനുഷ്യശക്തിക്കപ്പുറമായുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും നാം സഹായത്തെ അർത്ഥിക്കരുതെന്ന് പഠിപ്പിക്കുന്നു. വക്കം മൗലവിയാണ്. പ്രസ്ഥാനം 2012 പോലും മാറ്റി, പുതിയ തൗഹീദ് കൊണ്ടുവന്നു, പുതിയ ശിർക്ക് കൊണ്ടുവന്നു എന്നാണല്ലോ വിസ്ഡം പറഞ്ഞിടക്കുന്നത്. 2012 മുമ്പാണല്ലോ വക്കം മൗലവി. ഈ പ്രസ്ഥാനത്തിന്റെ പ്രാസ്ഥാനിക രൂപങ്ങൾ രൂപപ്പെടുന്നതിന് മുമ്പ് ഈ പ്രസ്ഥാനത്തിന്റെ ആശയം പ്രചരിപ്പിച്ച വക്കം മൗലവി പറയുന്നു, നിന്നെ മാത്രം ഞങ്ങൾ സഹായത്തെ അർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? വഇയ്യാക നസ്തഈൻ. ആ ആയത്താണ്, ഫാത്തിഹയെ വ്യാഖ്യാനിക്കാണ്. വഇയ്യാക നസ്തഈൻ എന്ന വാക്യം മനുഷ്യശക്തിക്കപ്പുറമുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും നാം സഹായത്തെ അർത്ഥിക്കരുതെന്ന് പഠിപ്പിക്കുന്നു. അപ്പൊ മനുഷ്യശക്തിയാണ് അദ്ദേഹത്തിന്. ഇനി ഉമർ മൗലവി ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് സുപരിചിതമാണ്. അദൃശ്യമായ മാർഗത്തിൽ, അഭൗതികമായ മാർഗത്തിൽ തേടുന്ന അഭ്യർത്ഥനയാണ് പ്രാർത്ഥന എന്ന് അദ്ദേഹം വിശദീകരിച്ചു. KP മുഹമ്മദ് മൗലവി അൽ ഇസ്തിഗാസ കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചു. മനുഷ്യന് നേർക്കുനേരെ ബന്ധപ്പെടാൻ കഴിയാത്ത വ്യക്തികളോടും ശക്തികളോടും നടത്തുന്ന അഭ്യർത്ഥനയാണ് പ്രാർത്ഥന. മനുഷ്യന് നേർക്കുനേരെ ബന്ധപ്പെടാൻ കഴിയാത്ത വ്യക്തികളോടും ശക്തികളോടും നടത്തുന്ന അഭ്യർത്ഥനയാണ് പ്രാർത്ഥന. മുജാഹിദ് പണ്ഡിതന്മാരെല്ലാം പഠിപ്പിച്ചു. എന്ത് പഠിപ്പിച്ചു? മനുഷ്യശക്തിക്കപ്പുറമുള്ള മാർഗങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിയാൽ ആ സഹായത്തേട്ടം എന്താണ്? അത് ശിർക്കാണ് എന്ന് കൃത്യമായിട്ട് അവരെല്ലാം പഠിപ്പിച്ചു. പക്ഷേ ഇവിടെ നിന്ന് ജിന്നുവാദം രൂപപ്പെട്ടപ്പോ ചില ആളുകൾക്ക് ഇളക്കം സംഭവിച്ചു. ജിന്നുവാദം രൂപപ്പെട്ടാൽ ഈ വ്യാഖ്യാനം പറ്റൂല. മനസ്സിലായോ? ജിന്നുവാദം പിന്നെ ഇവിടെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ മനുഷ്യശക്തിക്കപ്പുറമുള്ള കാര്യം എന്നത് തകർക്കണം. പണ്ഡിതന്മാര് പ്രാർത്ഥനയ്ക്ക് പിന്നെ നിർവചനം പറഞ്ഞത് എന്താ, അല്ലെങ്കിൽ വിശദീകരണം കൊടുത്തത് എന്താ? മനുഷ്യശക്തിക്കപ്പുറമുള്ള കാര്യങ്ങളിൽ അല്ലാത്തൊരു ആരോട് ചോദിച്ചാലും ശിർക്കാണ്. ഈ മനുഷ്യശക്തി എന്നുള്ളത് ഒഴിവാക്കണം. മനുഷ്യശക്തി എന്നുള്ളത് ഒഴിവാക്കിയെങ്കിലാണ് പിന്നെ ജിന്നും മലക്കിനും അതിനോടുള്ള ഇസ്തിആനത്തും ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. ഈ ചതിയാണ് കേരളത്തിൽ വിസ്ഡം എന്ന് പറയുന്ന വിഭാഗം ഇന്ന് പോറിക്കൊണ്ട് നടക്കുന്നത്. മനുഷ്യശക്തി എന്നത് ഒഴിവാക്കാനുള്ള തന്ത്രം എന്ന് തുടങ്ങിയെന്നറിയോ? ഇത് 2008 ജൂലൈ മാസത്തെ പിന്നെ അൽ ഇസ്ലാഹ് മാസികയാണ്. 2008 ജൂലൈ മാസത്തെ ഈ ഇസ്ലാഹ് മാസികയിൽ KK സക്കരിയ സ്വലാഹി എഴുതുന്നു, അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ.
അദ്ദേഹം എഴുതാണ്, ഈ വാചകങ്ങൾ വായിക്കുന്ന മനുഷ്യശക്തിക്ക് അതീതമായ കാര്യങ്ങളിലുള്ള സഹായത്തേട്ടമാണ് പ്രാർത്ഥന എന്ന മുജാഹിദ് പൂർവ്വകാല പണ്ഡിതന്മാരുടെ നിർവചനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വിശദീകരണങ്ങൾ വായിക്കുമ്പോൾ ഈ വാചകങ്ങൾ വായിക്കുന്ന ആർക്കും മനുഷ്യ കഴിവിനതീതമായ എന്നതിന്റെ ഉദ്ദേശം കേവലം മനുഷ്യ കഴിവ് എന്നത് മാത്രമല്ല, പ്രത്യുത സൃഷ്ടികളുടെ കഴിവ് എന്നാണ് ഉദ്ദേശമെന്ന് വ്യക്തമാകും. മാറ്റം വരുന്നുണ്ടോ? സൃഷ്ടി കഴിവ് വരിക കേവലം മനുഷ്യ കഴിവല്ല, മനുഷ്യ കഴിവ് എന്നതുകൊണ്ട് അവരുദ്ദേശിച്ചത് സൃഷ്ടി കഴിവാണ്. ഇനിയോ വിത്ത് മുളച്ച് വിളവുണ്ടാകുന്നത് സൃഷ്ടികളുടെ ആരുടെയും കയ്യിൽപ്പെട്ടതല്ലോ. ഇവിടെ ഒരു സംശയമുണ്ടാകും, എങ്കിൽ എന്തിനാണ് മനുഷ്യ കഴിവിനതീതമായത് എന്ന് പ്രയോഗിച്ചത്? നമ്മളെ പൂർവ്വപണ്ഡിതന്മാരെ മനുഷ്യ കഴിവിനതീതമായത് എന്ന് പ്രയോഗിച്ചത് എന്തിനാണ്? സൃഷ്ടികളുടെ കഴിവിനതീതമായ എന്ന് പ്രയോഗിച്ചാൽ പോരെ? ഇതാണോ സംശയം? അതിനുള്ള മറുപടി ഇതാണ്. ഇന്ന് മുസ്ലിങ്ങളിലെ ബഹുദൈവവാദികളെല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പ്രധാനമായും മരിച്ചുപോയ മഹാത്മാക്കളോടും പുണ്യപുരുഷന്മാരെയുമാണ്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളെ നിങ്ങൾ ചോദിക്കുന്നത് ഈ കാര്യം കേവലം മനുഷ്യനായ അദ്ദേഹത്തിന്റെ കഴിവിൽപ്പെട്ടതല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് ഉദ്ദേശം. ബദരീങ്ങൾ, മൊഹീദ്ദീൻ ഷേഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങിയ മഹാന്മാരെ വിളിച്ചു തേടുന്നവരെയാണ് സലഫികൾക്ക് അഭിമുഖീകരിക്കാനുള്ളത് എന്നതിനാൽ ഈ പ്രയോഗം തെറ്റാണെന്ന് പറഞ്ഞുകൂടാ. മനുഷ്യ കഴിവിനതീതം എന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റൂല. അന്ന് മുജാഹിദ് പണ്ഡിതന്മാർ എഴുതുമ്പോ പിന്നെ മനുഷ്യന്മാരെ വിളിച്ചു തേടിയിരുന്നവർ മാത്രമാണല്ലോ കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇയാളോട് ആരാത് പറഞ്ഞത്? അന്നും ജിന്നിനെ വിളിച്ച് തേടുന്നവരുണ്ട്, അന്നും മലക്കിനെ വിളിച്ച് തേടുന്നവരുണ്ട്. ഈ സക്കരിയ സ്വലാഹി അടക്കമുള്ള വിശിഷ്ടത്തിന്റെ ആളുകൾ പറയുന്നത് മുജാഹിദ് പണ്ഡിതന്മാർ അന്ന് ഇത് എഴുതുമ്പോ കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ ശിർക്ക് ചെയ്യുന്നവർ മരിച്ചുപോയ മഹാത്മാക്കളെ മാത്രം വിളിച്ച് തേടിയിരുന്നവരായിരുന്നു. പച്ചക്കള്ളാണ് എഴുതി വെച്ചത്. അങ്ങനെയാണോ? എല്ലാ കാലത്തും മുസ്ലിം സൊസൈറ്റിയിൽ നിന്ന് ശിർക്ക് ചെയ്യുന്നവർ ഈ മഹാത്മാക്കളെ വിളിച്ചവരുണ്ട്, മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചവരുണ്ട്, അതുപോലെ തന്നെ മലക്കുകളെ വിളിച്ചവരുണ്ട്, ജിന്നുകളെ വിളിച്ചവരുണ്ട്, അതുപോലെ റിജാലുൽ ഗൈബിനെ വിളിച്ചവരുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാ അന്നൊക്കെ മരിച്ചവരെ മാത്രമാണ് വിളിച്ചിരുന്നത്, അതുകൊണ്ട് അവർക്ക് ഒന്ന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി മനുഷ്യ കഴിവ് എന്ന് എഴുതിപ്പോയതാണ്. ഈ പ്രയോഗം മൊത്തത്തിൽ തെറ്റാണെന്ന് പറഞ്ഞുകൂടാ. എങ്കിലും വിഷയം കൂടുതൽ വ്യക്തമാകാൻ നല്ലത് സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് എന്ന് തന്നെ കൃത്യമായി പ്രയോഗിക്കലാണ് എന്നതിൽ തർക്കമില്ല. നിങ്ങൾ നോക്ക്, ആരെയാണ് തിരുത്തിയത്? വക്കം മൗലവിയുടെ മനുഷ്യ കഴിവിനതീതമെന്ന പ്രാർത്ഥനയുടെ വിശദീകരണം കുറച്ചും കൂടി നല്ലത് വക്കം മൗലവി മനുഷ്യ കഴിവ് മാറ്റി സൃഷ്ടി കഴിവാക്കിയിരുന്നു നല്ലത്. അമാനി മൗലവിയുടെ മനുഷ്യ കഴിവിനതീതമെന്ന പ്രാർത്ഥനയുടെ വ്യാഖ്യാനം അത് മൊത്തത്തിൽ അങ്ങോട്ട് ശരിയായിട്ടില്ല. സൃഷ്ടി കഴിവ് നാക്കിയാൽ മതിയായിരുന്നു. മനുഷ്യ കഴിവ് എന്നത് പിന്നെ കൂടുതൽ കൃത്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അങ്ങനെ പല സ്ഥലത്തും മുജാഹിദുകൾ മുമ്പ് എഴുതിയിട്ടുണ്ട്. ചുരുക്കത്തിൽ മനുഷ്യ കഴിവിനതീതം, സൃഷ്ടി കഴിവിനതീതം എന്നിങ്ങനെ മാറി മാറി പ്രയോഗിച്ചതിനാൽ രണ്ടും ഒരർത്ഥത്തിലാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. മനുഷ്യ കഴിവെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സൃഷ്ടി കഴിവെന്നാണ് അദ്ദേഹം പറയാ. മനുഷ്യ കഴിവെന്ന് എഴുതിയത് പൂർവ്വ മുജാഹിദ് പണ്ഡിതന്മാർ മനുഷ്യ കഴിവിനപ്പുറമുള്ളത് എന്ന് പറഞ്ഞതിനെ പറ്റി അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താ? എങ്കിലും വിഷയം കൂടുതൽ വ്യക്തമാകാൻ നല്ലത് സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് എന്ന് തന്നെ കൃത്യമായി പ്രയോഗിക്കലായിരുന്നു എന്നതിൽ തർക്കമില്ല. അപ്പൊ വിഷയം ക്ലാരിറ്റി കിട്ടണമെങ്കിൽ സൃഷ്ടി കഴിവെന്ന് വേണം. അപ്പൊ പഴയ കാലത്ത് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ മനുഷ്യ കഴിവെന്ന് എഴുതിയതോ ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ട്. ആ ക്ലാരിറ്റി കുറവ് തന്നെയാണ് ഈ ശിർക്ക് വന്നത്. മനസ്സിലായോ? ഈ ക്ലാരിറ്റി കുറവ് തന്നെയാണ് ഇവരുടെ മനസ്സിൽ ഈ ശിർക്കൻ വാദം വന്നതിന്റെ കാരണം. അദ്ദേഹം എഴുതി. എന്നിട്ട് അദ്ദേഹം പറയാ എന്നാലും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കെ സക്കരിയ സ്വലാഹി ഞാനിപ്പോ വായിച്ച മുജാഹിദ് പണ്ഡിതന്മാർ മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിയാൽ ഷിർക്കാണ് എന്ന് പറഞ്ഞതിന് പുതിയ രൂപത്തിൽ വ്യാഖ്യാനിക്കാനും അത് പോരായ്മ ഉള്ളതാണെന്നും വിശദീകരിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം ഈ പുസ്തകത്തിന്റെ 40-ാമത്തെ ഇസ്ലാഹ് മാസികയുടെ 40-ാമത്തെ പേജിൽ അദ്ദേഹം തുടർന്നെഴുതാ, അപ്പോൾ മനുഷ്യ കഴിവിനതീതം എന്ന് ദുആയുടെ വിവരണത്തിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം മനുഷ്യന്റെ മാത്രം കഴിവിനതീതം എന്നല്ല, പ്രത്യുത സൃഷ്ടികളുടെ കഴിവിനതീതം എന്നാണ്. തിരുത്തി വായിക്കണം. മുജാഹിദ് പണ്ഡിതന്മാർ മനുഷ്യ കഴിവിനതീതം
എന്ന് പറഞ്ഞതൊക്കെ എങ്ങനെ വായിക്കണം? സൃഷ്ടി കഴിവിനതീതം എന്ന് വായിക്കണം. അങ്ങനെ വായിച്ചാലാണ് ജിന്നിന്റെ കഴിവും മലക്കിന്റെ കഴിവൊക്കെ കയറി വരാൻ പറ്റുള്ളൂ. ഈ മനുഷ്യ കഴിവെന്ന് മാത്രം പറഞ്ഞിരുന്നാൽ പിന്നെ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ചോദിച്ചാൽ ശിർക്കാണ്. കാരണം മനുഷ്യ കഴിവിന് അതീതമായത് അല്ലല്ലാത്തവരോട് ചോദിച്ചാൽ ശിർക്കാണെന്ന് മുജാഹിദ് പണ്ഡിതന്മാരിങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കാണ്. വക്കം മൗലവി പഠിപ്പിച്ചിരിക്കാണ്, ഉമർ മൗലവി പഠിപ്പിച്ചിരിക്കാണ്, അമാനി മൗലവി പഠിപ്പിച്ചിരിക്കാണ്, കുഞ്ഞീദ് മദനി പഠിപ്പിച്ചിരിക്കാണ്, അബ്ദുൽ ഹക്ക് സുല്ലമി പഠിപ്പിച്ചിരിക്കാണ്, KP മുഹമ്മദ് മൗലവി പഠിപ്പിച്ചിരിക്കാണ്. ഇതൊക്കെയാണ് ഞാൻ വായിച്ചത്. ഇവിടെ ഒക്കെ കാണുന്ന മനുഷ്യ കഴിവിനതീതം. അപ്പൊ ഈ മനുഷ്യ കഴിവിനതീതമായ തേട്ടം അല്ലല്ലാത്തവരോട് ചെയ്താൽ ഷിർക്കാണ്. അതാണ് ദുആ എന്ന് വിശദീകരിച്ചു കൊടുത്തതിൽ ചില ക്ലാരിറ്റി കുറവ് സക്കരിയ സ്വലാഹി അടക്കമുള്ള ജിന്നുവാദികൾക്ക് 2008 തോന്നി. അവർ മാറ്റിമറിക്കുക. മനുഷ്യ കഴിവ് മാറ്റിയിട്ട് അത് സൃഷ്ടി കഴിവിനതീതം എന്നാക്കി തിരിച്ചു വായിക്കണം. ഇനി എവിടൊക്കെ നമ്മൾ മനുഷ്യ കഴിവെന്ന് പഴയ പണ്ഡിതന്മാർ കണ്ടോ അതൊക്കെ സൃഷ്ടി കഴിവെന്ന് വായിക്കണം. അങ്ങനെ വായിച്ചു തുടങ്ങിയെങ്കിൽ എന്ത് സാധിക്കുള്ളൂ? ജിന്നിനും മലക്കിനെയുള്ള തേട്ടം ശിർക്കല്ലാതെ കിട്ടുള്ളൂ. എന്നിട്ട് അതിന് തെളിവ് കൊടുക്കാണ്. ഏത്? സൃഷ്ടി കഴിവിനതീതം എന്നും നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ട്. സൃഷ്ടി കഴിവിനതീതം എന്ന് നമ്മളെ പഴയ കാലത്തെ പണ്ഡിതന്മാർ പ്രയോഗിച്ചിട്ടുണ്ട്. ഏതാ കൊടുക്കുന്നത്? അത്തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്ന് കൊടുക്കുന്നു. അതിലെ ഭാഗം ഏതാ? എന്നാൽ സൃഷ്ടികളോട് അവർക്ക് കഴിവുള്ള സംഗതികളിൽ സഹായത്തിന് അപേക്ഷിക്കാമെന്നതിനെ ആരും തന്നെ നിഷേധിക്കുന്നില്ല. കണ്ടോ, സൃഷ്ടികളോട് അവർക്ക് കഴിവ് കൊടുത്ത കാര്യങ്ങളിൽ സഹായത്തിന് അഭ്യർത്ഥിക്കുന്നത് ആരും തന്നെ നിഷേധിക്കുന്നില്ല. അപ്പൊ സൃഷ്ടി കഴിവിനതീതം എന്നാണ് വരേണ്ടത് എന്നാ പറയുന്നത്. നിങ്ങൾ ആ വാചകം ഒന്ന് ശരിക്കും വായിച്ചു നോക്കിയേ. എന്നാൽ സൃഷ്ടികളോട് അവർക്ക് കഴിവുള്ള സംഗതികളിൽ സഹായത്തിന് അപേക്ഷിക്കാമെന്നതിനെ ആരും തന്നെ നിഷേധിക്കുന്നില്ല. ആ സൃഷ്ടി ആരാ? അവിടെ ഉദ്ദേശിച്ച സൃഷ്ടി ആരാ? വാചകം ഒന്നും കൂടെ ഞാൻ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ച. എന്നാൽ സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകിയിട്ടുള്ള കഴിവുള്ള സംഗതികളിൽ, സൃഷ്ടികൾക്ക് കഴിവുള്ള സംഗതികളിൽ സഹായത്തിന് അപേക്ഷിക്കാം എന്നതിനെ അഥവാ സഹായം ചോദിക്കൽ അനുവദനീയമാണ് എന്നതിനെ ആരും തന്നെ നിഷേധിക്കുന്നില്ല. ആ സൃഷ്ടി ഏതായിരിക്കും? ജിന്നും മലക്കുവാ? മനുഷ്യനാണ്. അതുകൊണ്ടാണ് ജായിസ്. ഇനി ഇവർക്ക് വാദമുണ്ടോ എന്നറിയില്ല. ഇപ്പോ ഇതിൽ ജിന്നും മലക്കുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത്തൗഹീദ് എഴുതിയല്ലോ. അത്തൗഹീദ്, ആ അത്തൗഹീദ് എന്ന കേരള നേതൃത്വ മുജാഹിദിന്റെ ആദ്യത്തെ പ്രസിദ്ധീകരണം. ആ പ്രസിദ്ധീകരണത്തിൽ സൃഷ്ടിയുടെ കഴിവിനോട് ചോദിക്കുന്നത് അനുവദനീയമാണ് എന്നത് ആർക്കും തർക്കമില്ലല്ലോ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിലെ സൃഷ്ടി ആരാ? ജിന്നുമില്ല, മലക്കുമില്ല, മനുഷ്യനാണ്. അതുകൊണ്ട് സൃഷ്ടി കഴിവിനതീതം എന്ന് എഴുതിയത് മനുഷ്യ കഴിവിനതീതം എന്നാ മനസ്സിലാക്കേണ്ടത്. സക്കരിയ സ്വലാഹി മനസ്സിലാക്കിയത് എന്താ? മനുഷ്യ കഴിവിനതീതം എന്ന് പറഞ്ഞാൽ സൃഷ്ടി കഴിവിനതീതം എന്ന് തിരിച്ചു മാറ്റണം. ആ സൃഷ്ടിയിൽ ആരൊക്കെ ഉണ്ട്? ജിന്ന്, മലക്ക്, മനുഷ്യൻ. നേരെ തലക്കുത്തനെ. കാരണം എന്താ? ഇങ്ങനെ തലക്കുത്തനെയാക്കി മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങൾ എന്നത് സൃഷ്ടി കഴിവിനതീതമാക്കുക. എന്നിട്ട് മുജാഹിദ് പണ്ഡിതന്മാരൊക്കെ സൃഷ്ടി കഴിവിന് എഴുതിയിട്ടില്ലേ? ഉണ്ട്. എഴുതിയെടുത്തൊക്കെ ജായിസാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശം ആരാ? മലക്കുമല്ല, ജിന്നല്ല. കാരണം ഇവർക്ക് തന്നെ വാദമല്ലല്ലോ ഇതിനോട് ചോദിക്കുന്നത് ജായിസാണെന്ന്. ഇവരുടെ വാദം എന്താ? വസീലത്ത് ശിർക്കും ഹറാമാണെന്നല്ല ഇവരുടെ വാദം. അപ്പോ പഴയകാല പണ്ഡിതന്മാർക്കും മലക്കിനോട് ജിന്നോട് ചോദിക്കുന്നത് ജായിസാണ്, അനുവദനീയാണ് എന്ന് വാദമില്ലല്ലോ. അപ്പൊ അവരെഴുതിയ സൃഷ്ടി ഏതാ? മനുഷ്യനാണ്. അപ്പൊ അവിടെ സൃഷ്ടി കഴിവെന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? മനുഷ്യ കഴിവെന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെയാണ് നേരെ ചൊവ്വ മനസ്സിലാക്കേണ്ടത്. പക്ഷെ തല കുത്തനെ മനസ്സിലാക്കുമ്പോ ജിന്നുവാദം തലയിൽ കയറിയാൽ തലച്ചോറ് കുത്തനാവും. അങ്ങനെ കുത്തനെയാകുമ്പോ മനസ്സിലാക്കും മനുഷ്യ കഴിവെന്ന് പറഞ്ഞാൽ സൃഷ്ടി കഴിവാണ്. ആ സൃഷ്ടിയിൽ ആരൊക്കെ ഉണ്ട്? ജിന്ന്, മലക്ക്, മനുഷ്യൻ. ജിന്ന്, മലക്ക്, മനുഷ്യൻ. പിന്നെയോ നായ, പട്ടി, പൂച്ച എല്ലാം ഉണ്ട്. നായ, പട്ടി, പൂച്ച. കാരണം മുമ്പ് വലിയ തെളിവ് ഞാൻ വെറുതെ പറഞ്ഞല്ലോ, കളിയാക്കാൻ പറഞ്ഞതല്ല. മറിച്ച് അദ്ദേഹത്തിന്റെ തെളിവ് നോക്കിട്ട അദ്ദേഹം വിശദീകരിക്കാം. അദ്ദേഹം എഴുതാം, വലിയ മരത്തടികൾ പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ മനുഷ്യർ പലപ്പോഴും ആനയുടെ സഹായം തേടാറില്ലേ? അത് അഭൗതിക സഹായത്തേട്ടമാണോ? വലിയ ക്രാണശക്തിയുള്ള നായകളെ കേസുകൾ തെളിയിക്കാൻ ഉപയോഗിക്കാറില്ലേ? അങ്ങനെ മനുഷ്യനില്ലാത്ത ക്രാണശക്തിയുള്ള പോലീസ് നായയെ കൊണ്ട് കേസ് തെളിയിച്ചാൽ സുല്ലമിയും ഈ ഫൈസിയും വീക്ഷണത്തിൽ ശുദ്ധ ശിർക്കാകില്ലേ? മുജാഹിദുകൾ മനുഷ്യ കഴിവിനതീതമായ എന്ന വാക്ക് ഫൈസി വാദിക്കും പോലെ അക്ഷരാർത്ഥത്തിൽ പ്രയോഗിച്ചതാണെങ്കിൽ ആനയെ തടി വലിക്കാനും വിളിക്കുന്നതും പോലീസ് നായയെ കേസ് തെളിയിക്കാൻ കൊണ്ടുവരുന്നതും ശിർക്കാണെന്ന് ജനങ്ങളോട് ഉറക്കെ പറയാമായിരുന്നു. പക്ഷെ ആരും അത് പഠിപ്പിക്കാതിരുന്നത് ആ പ്രയോഗം അക്ഷരാർത്ഥത്തിലല്ല എന്നതുകൊണ്ടാണ്. അഭിസംബോധിത സമൂഹത്തെ മനുഷ്യരെ വിളിച്ചു തേടുന്നവരായതിനാൽ ആ പ്രയോഗം വ്യാപകമായി എന്ന് മാത്രം. ഇതാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം. മനുഷ്യ കഴിവിനതീതം എന്ന് നമ്മൾ വ്യാഖ്യാനിച്ച് പ്രാർത്ഥനക്ക് വ്യാഖ്യാനം പറഞ്ഞാൽ അവനെ നായനെ കൊണ്ട് മണപ്പിക്കാൻ പറ്റുമോ? ആനെ കൊണ്ട് തടി വലിപ്പിക്കാൻ പറ്റുമോ?
ഒരു മനുഷ്യൻ തൗഹീദിന്റെ വിഷയത്തിൽ സംസാരിക്കുന്ന വരികളാണ് കേൾക്കുന്നത്. ആനനോട് ആരാണ് ഇസ്തിഹാനത്ത് നടത്തുന്നത്? നായനോട് ഇവർ ചിലപ്പോൾ നടത്തുന്നുണ്ടാവും. പോലീസ് നായ വരുമ്പോഴത്തേനും പിന്നെ യാ ഇബാദല്ലാഹ് യാ ഇബാദല്ലാഹ് മണപ്പിക്കി എന്ന് പറയുന്നുണ്ടാവും. അവിടെ നായനെ നമ്മൾ ഇസ്തിഖ്ദാമാണ് ചെയ്യുന്നത്. നായനെ കൊണ്ട് നമ്മൾ വേല ചെയ്യിപ്പിക്കാണ്. മനസ്സിലായോ? അല്ലാണ്ട് ഇസ്തിഹാനത്ത് നടത്താല് നായനോട് ആരെങ്കിലും ഇസ്തിഹാനത്ത് നടത്തോ? ആനയോട് ആരെങ്കിലും ഇസ്തിഹാനത്ത് നടത്തോ? ഈ ഇസ്തിഹാനത്ത് എന്തൊക്കെ വാദങ്ങളാണ് പറയുന്നത്. അപ്പൊ മനുഷ്യ കഴിവ് എന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. മനുഷ്യ കഴിവ് എന്നുള്ളത് എങ്ങനെയും മാറ്റണം. അപ്പം പഴയ കാലത്തെ പണ്ഡിതന്മാർ തന്നെ സൃഷ്ടി കഴിവെന്ന് എഴുതിയിട്ടുണ്ട്. അവരതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? മനുഷ്യ കഴിവെന്നാണ്. കാരണം ജായിസ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇദ്ദേഹത്തിൽ കൂടെ മലക്കിനും ജിന്നിനെയും തള്ളിക്കയറ്റി. അങ്ങനെ മലക്കിനും ജിന്നിനെയും തള്ളിക്കയറ്റിയിട്ട് ഈ വിഷയം വിശദീകരിച്ചാലാണ് ജബ്ബാർ മൗലവി എഴുതിയ വാദം കിട്ടും. ജബ്ബാർ മൗലവി പിന്നെ എവിടെ എഴുതി? 2007 ഏപ്രിൽ മാസത്തിലെ ഏതിൽ ഇസ്ലാഹ് മാസികയിൽ എഴുതി. രാത്രിയുടെ ഇരുളിൽ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല എല്ലാവർക്കും, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ, കേട്ടോ, അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയോ അല്ല. ആ സഹായർത്ഥന ശിർക്കുമല്ല. അപ്പൊ ജിന്നെ സഹായിക്കണേന്ന് ചോദിച്ചാൽ അത് സൃഷ്ടി കഴിവിന് അതീതമല്ല, അതുകൊണ്ട് ശിർക്കല്ല. അപ്പൊ നിങ്ങളെ പഴയ കാലത്ത് മുജാഹിദ് പണ്ട് മനുഷ്യ കഴിവെന്ന് പറഞ്ഞതോ അത് ഇത്തിരി ക്ലാരിറ്റി കുറവുള്ള വ്യാഖ്യാനായിരുന്നു. അത് നമ്മൾ മാറ്റി തിരുത്തി വായിക്കണം. മനുഷ്യ കഴിവെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം സൃഷ്ടി കഴിവാണ്. ആ സൃഷ്ടിയിൽ ആരൊക്കെ ഉണ്ടോ? ആ സൃഷ്ടിയിൽ മനുഷ്യൻ മാത്രമല്ല, ജിന്നുമുണ്ട്, മലക്കുമുണ്ട്, നായയുണ്ട്, ആനയുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് ആ സൃഷ്ടികളോടുള്ള കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ അതെന്തല്ല, ശിർക്കല്ല എന്ന് തിരുത്തി വായിക്കണം. ഇനി തിരുത്തി വായിക്കണം എന്തിനാ? ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ലെന്ന് പറയാൻ, ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കല്ലെന്ന് പറയാൻ. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലുടനീളം ഈ വിസ്തം രൂപപ്പെടുന്നതിന് മുമ്പ് നമുക്കറിയാലോ, ഇവിടെ ആദ്യം ചർച്ച ചെയ്തത് എന്താ? ആദ്യം ചർച്ച ചെയ്തത് ഈ വിഷയത്തിൽ ഇവർ പറഞ്ഞു നടന്നത് നാട്ടിലുടനീളം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് അവര് പിന്നെ എന്തുണ്ടാക്കി? KNM-നെതിരെ ഒരു സലഫി ഐക്യ സംഘം ഉണ്ടാക്കി. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഇവിടെ ഉണ്ടായിരുന്നു സലഫി ഐക്യ സംഘം അല്ലേ? ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അതിന് ഒഫീഷ്യലൊന്നുമില്ല, മനസ്സിലായോ? ഒഫീഷ്യലൊന്നുമില്ല, ഒരുമാതിരി ചാവേർ പട പോലാണ് ആമയൂരിന്. സലഫി ഐക്യ സംഘം, ഇത് ഞങ്ങളുടെ നാട്ടിലെ സലഫി ഐക്യ സംഘം. ഇതൊക്കെ പ്രസിദ്ധീകരിച്ച ആരാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷെ ഇപ്പൊ പേര് പറയുന്നില്ല. കാരണം ഇപ്പൊ തിരുത്താണ ഒരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. അപ്പൊ പിന്നെ പേര് പറഞ്ഞ് കൊളാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ പുസ്തകത്തിൽ 13ാമത്തെ പേജിൽ കേരളത്തിലെ എല്ലാ മുജാഹിദുകൾക്ക് വിരത്തിച്ചു ഈ വിസ്തത്തിന്റെ പ്രാഗ്രൂപം. കേരളത്തിൽ എല്ലാ മുജാഹിദ് പ്രസ്ഥാന പ്രവർത്തകരെ എത്തിച്ചു. അതിൽ പറയാണ് എന്താ? അപ്രകാരം തന്നെ ആധുനികരും പൗരാണികരുമായ നിരവധി സലഫി പണ്ഡിതന്മാരും പ്രസ്തുത സഹായത്തേട്ടം ശിർക്കല്ലെന്നും പ്രത്യുത അത് നിഷിദ്ധവും ശിർക്കിലേക്ക് എത്തിക്കുന്ന മാധ്യമവുമാണെന്ന് വിശദീകരിച്ചത്. വിശദ വിവരണത്തിന് ഡോക്ടർ യാസിർ ബിൻ ഹംസയുടെയും അബ്ദുൽ ജബ്ബാർ മദീനിയുടെയും സീഡികൾ കേൾക്കുക. അന്ന് സീഡിയിൽ നമ്മൾ കേട്ടിരുന്നത്, അത് കേൾക്കുക. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊന്നും ശിർക്കാവില്ല, ജിന്നിനോടുള്ള മലക്കിനോടുള്ള സഹായത്തേട്ടം ശിർക്കാവില്ല. ചുരുക്കത്തിൽ അവയിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് താഴെ പറയുന്ന കാര്യങ്ങളാണ്. എന്താ താഴെ പറയുന്ന കാര്യങ്ങൾ? ഹാജറുള്ള ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട ഭൗതിക കാര്യങ്ങളിൽ പോലും സഹായം ചോദിക്കൽ മതപരമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ അത് അനുവദനീയല്ല. ഹാജറുള്ള ജിന്നിനോടും സഹായം ചോദിക്കാൻ പറ്റൂല, മതപരമായിട്ട് ചോദിക്കാൻ തെളിവില്ല, അതുകൊണ്ട് ചോദിക്കാൻ പറ്റൂല. ജിന്നുകളോടുള്ള സഹായം ചോദിക്കൽ നിരുപാധികം ശിർക്കാണെന്ന് പറയാവതുമല്ല, മറിച്ച് അവയിൽ ശിർക്കാവുന്നവയും അല്ലാത്തവയുമുണ്ട്. അത് ഒരു പക്ഷേ ഹറാമോ ശിർക്കിലേക്ക് എത്തിക്കുന്ന വഴികേടുകളോ ആയിരിക്കും. ഒരു പക്ഷേ ഹറാമായിരിക്കും, അല്ലെങ്കിൽ ശിർക്കിലേക്ക് എത്തിക്കുന്ന വഴികേടായിരിക്കും. ഹാജറുള്ള ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട ഭൗതിക കാര്യങ്ങളിൽ സഹായം ചോദിച്ചാൽ അത് ശിർക്കാകുമെന്ന് ഒരൊറ്റ സലഫി പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ഒരൊറ്റ സലഫി പണ്ഡിതനും പറഞ്ഞിട്ടില്ല. പ്രത്യുത അത് ഹറാമോ ശിർക്കിലേക്ക് എത്തിക്കുന്ന വഴിയോ ആണെന്നാണ് അവർ വിശദീകരിച്ചത്. കേരളത്തിൽ വിസ്തത്തിന്റെ പ്രാഗ്രൂപം സലഫി ഐക്യ സംഘം ശിർക്കാരോപണം, വിവാദങ്ങളും വസ്തുതകളും എന്ന പേരിൽ മുജാഹിദുകൾക്കിടയിൽ ഈ ഇരിക്കുന്ന ഇന്നത്തെ വിസ്തത്തിന്റെ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ കേരളത്തിൽ വിതരണം ചെയ്തു. എന്ത് ചെയ്തു? ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണെന്ന് ഒരൊറ്റ സലഫി പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അവർ പറയുന്ന സഹായത്തേട്ടം അത് ശിർക്കാണെന്ന് ഒരൊറ്റ സലഫി പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്ന് ഇവര് പ്രഖ്യാപിച്ചു, പ്രസംഗിച്ചു. ഇനിയോ
ഇങ്ങനെ തുടങ്ങിയിട്ട് ഇത് നിന്നില്ല. ഇന്നിപ്പോ മാലിക് സലഫി എന്ത് ചെയ്തിരിക്കുകയാണ്? ഹനീഫ് കായക്കൊടിനെ KJ-ന്റെ ജനറൽ സെക്രട്ടറിനെ സംവാദത്തിന് വിളിച്ചിരിക്കുക. എന്താ വിഷയം സംവാദം ചെയ്യേണ്ടത്? അബ്ദുറഹ്മാൻ സലഫി പിന്നെ മുമ്പ് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഹയ്യും ഹാദിറുമായിട്ടുള്ള ജിന്നുകളോടുള്ള സഹായത്തേട്ടം ശിർക്കായിട്ട് ഖുർആൻ പഠിപ്പിച്ചു. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസ് യഊദുന ബിരിജാലിൻ മിനൽ ജിൻ ഫസാദുഹും റഹഖ എന്ന് പറയുന്ന സൂറത്ത് ജിന്നിലെ 6ാമത്തെ ആയത്ത് അദ്ദേഹം ഓതിയിട്ട് പറഞ്ഞു, അവിടെയുള്ള ജിന്നുകൾ ആരാ? ഇബ്നു കസീർ പറഞ്ഞു. എന്ത് പറഞ്ഞു? അവിടെയുള്ള ജിന്നുകൾ ആ താഴ്വരയിൽ, മക്കാമു ശിരിക്കൽ ഒരു താഴ്വരയിൽ എത്തിയാൽ അവിടെയുള്ള ജിന്നുകളോട് അവർ സഹായം തേടും. എന്ത് സഹായം തേടും? ഇസ്തിആദത്ത് നടത്തും, അവർ രക്ഷ തേടും. എന്താണ്? ഞങ്ങളുടെ കന്നുകാലികളെ, ഞങ്ങളുടെ ദേഹോപദ്രവം ഉണ്ടാക്കരുത്, ഞങ്ങളുടെ സ്വത്തുക്കളെ നിങ്ങൾ ഉപദ്രവിക്കരുത്. അങ്ങനെ ഉപദ്രവിക്കുന്ന തെമ്മാടികളായിട്ടുള്ള ജിന്നുകളുണ്ടല്ലോ, അവരിൽ നിന്ന് ഈ താഴ്വരയുടെ നേതാക്കന്മാരായിട്ടുള്ള ജിന്നുകളെ നിങ്ങളൊന്ന് പ്രൊട്ടക്ട് ചെയ്യണേ എന്ന് ചോദിക്കും. അപ്പൊ സലഫി തിരിച്ചു ചോദിക്കുക, കണ്ടോ ചോദ്യം എന്താ? സ്വർഗമാണോ ചോദിച്ചത്? ഹിദായത്താണോ ചോദിച്ചത്? രോഗശമനമാണോ ചോദിച്ചത്? അല്ല. ഇബ്നു കസീർ പറഞ്ഞത് എന്താ? ഇബ്നു കസീർ പറഞ്ഞത് അദ്ദേഹം തന്നെ പറഞ്ഞു, കമാ ഖാല എന്ന് പറഞ്ഞിട്ട്. ഏതുപോലെ നമ്മുടെ നാട്ടിൽ തെമ്മാടികളായിട്ടുള്ള മനുഷ്യന്മാരിൽ നിന്ന് ആ രാജ്യത്തുള്ള പിന്നെ കുറച്ച് പിടിപാടുള്ള സ്വാധീനമുള്ള വലിയ നേതാക്കന്മാരായ മനുഷ്യന്മാരോട് നമ്മൾ പറയുമല്ലോ, ഞങ്ങളിങ്ങനെ ഇതിലെ പോകുന്നുണ്ട്, നിങ്ങളെ പിന്നെ അലമ്പ് ടീംസ് ഞങ്ങളെ മെക്കെട്ട് കയറാതിരിക്കാൻ നിങ്ങളൊരു പ്രൊട്ടക്ഷൻ പോകണട്ടോ എന്ന് പറയുന്നത് പോലെ ജിന്നുകളിലെ ഇത്തരം തെമ്മാടികളായിട്ടുള്ള ആളുകൾ ഞങ്ങളെ ഉപദ്രവിക്കോ, ഞങ്ങളെ വസ്തുക്കൾ ഉപദ്രവിക്കോ, അതൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ഇവിടുത്തെ നേതാക്കന്മാരെ നിങ്ങളൊന്ന് സഹായിക്കണേ എന്ന് അവർ രക്ഷ തേടുമായിരുന്നു. ഇതേതാ തേട്ടം? ഈ പറഞ്ഞ കാര്യം ഏതാ? ഈ പറഞ്ഞ കാര്യം ഹിദായത്ത് പോലെ അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യം എന്നാണ് ഇബ്നു കസീർ പറഞ്ഞത്. ഹിദായത്ത് പോലെ അല്ലെങ്കിൽ സ്വർഗം തരുന്നത് പോലെ പടച്ചോന്റെ മാത്രം കുദറത്തിൽപ്പെട്ട കാര്യമാണോ? അല്ല. അതാണ് സലഫി അവിടെ ഖാദിർ എന്ന് പറഞ്ഞത്. അപ്പോ അതിനെ പറ്റിയിട്ട് ഇപ്പൊ മാലിക് സലഫി തൊബരിന്റെ പിന്നെ എന്ത് വായിക്കാണ്? തഫ്സീർ വായിക്കാണ്. മാതാ അബ്ദുറഹ്മാൻ സലഫി എന്ത് പറഞ്ഞു? അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞിരിക്കുന്നു, ജിന്നുകൾ ഹയ്യും ഹാദിറും ഖാദിറുമായിട്ടുള്ള ജിന്നുകൾ, ആ ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് ഖുർആനിലുണ്ട്. എന്നിട്ട് അദ്ദേഹം സൂറത്ത് ജിന്ന് ഓതി. ആ സൂറത്ത് ജിന്നിലാകട്ടെ പറയുന്നത് എന്താണ്? പറയുന്നത് പിന്നെ ഈ പറഞ്ഞ കഴിവില്ലാത്ത ജിന്നുകളാണ് മുബ്ര് കണ്ടെത്തി. എന്നിട്ട് ഖുർത്തുബിന്ന് അദ്ദേഹം എന്താ വായിക്കുന്നത്? ഈ ആയത്തോതി വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസ് യഊദുന ബിരിജാലിൻ മിനൽ ജിൻ. പിന്നെ തൊബരീന്ന് അദ്ദേഹം വായിക്കാം, കാനു ഇദാ നസലുൽ വാദി, അവരൊരു താഴ്വരയിൽ എത്തിക്കഴിഞ്ഞാൽ ഖാലു, അവർ പറയും, നഊദു ബിസയ്യിദി ഹാദൽ വാദി മിൻ ശർരി മാ ഫീഹി, ഇവിടെയുള്ള എല്ലാ ഷർറിൽ നിന്നും, ഇവിടുത്തെ ഉപദ്രവിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടല്ലോ, മറ്റു തെമ്മാടികളായ ജിന്നുകളൊക്കെ ഉണ്ടല്ലോ, ആ ഷർറിൽ നിന്നൊക്കെ ഞങ്ങളൊന്ന് കാക്കണേ. ഫതഖൂലുൽ ജിന്ന്, ആ സമയത്ത് ജിന്നുകൾ പറയും, മാ നംലിക ലക്കും വലാ ലി അൻഫുസിനാ ദർറൻ വലാ നഫഅൻ, ഞങ്ങൾക്ക് തന്നെ ഒരു ദുർറുണ്ടാക്കാൻ, ഒരു ഉപദ്രവം വരുത്താൻ സ്വന്തത്തിന് തന്നെ പറ്റൂല, ഞങ്ങൾക്ക് സ്വന്തത്തിന് തന്നെ ഒരു ഉപകാരം ചെയ്യാൻ പറ്റൂല. ആ ഞങ്ങളോടാണ് മനുഷ്യൻ അവനക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത് തടുക്കാനും അവന് ഉപകാരം ഉണ്ടാവണത് തേടാനും എന്ന് ജിന്നുകൾ ഈ തേട്ടം കേൾക്കുമ്പോ പറയും. അപ്പൊ സലഫി ജിന്നുകൾ ഖാദിറല്ല. അപ്പൊ ആരെ നെഞ്ചത്തപ്പ കിട്ടിയത്? ആരെ നെഞ്ചത്തേക്കാ ഇത് ചവിട്ടിയത്? മാലിക് സലഫി ചവിട്ടിയത് PN-ന്റെ നെഞ്ചത്ത്, അല്ലെ? PN-ന്റെ നെഞ്ചത്ത്. കാരണം എന്താ? PN ആണ് നമ്മളെ ഇപ്പൊ ലെറ്റർ തന്ന് പഠിപ്പിച്ചിരിക്കുന്നു. എന്താ പഠിപ്പിച്ചത്? ജിന്നുകൾക്ക് കഴിവ് കൊടുത്ത കാര്യങ്ങളിൽ അവയോട് സഹായം തേടുന്നത് ശിർക്കല്ല. എന്താ അദ്ദേഹത്തിന്റെ ലെറ്ററിലുള്ളത്? അന്നൗഉൽ അവ്വൽ, എന്താ ഒന്നാമത്തെ കാര്യം? ആ ഒന്നാമത്തെ വിഭജനം എന്ന് പറയുന്നത് അൽ ഇസ്തിആനതു ബിൽ ജിന്നി ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, പടച്ചോൻക്ക് മാത്രം കഴിവ് കൊടുത്ത കാര്യങ്ങളിൽ ജിന്നുകളോട് സഹായം തേടുക എന്ന് പറഞ്ഞാൽ ഫഹാദാ ശിർകുൻ അക്ബർ യുഖ്രിജു മിനൽ മില്ല, അത് ശിർകുൻ അക്ബറാണ്, വലിയ ശിർക്കാണ്. യുഖ്രിജു മിനൽ മില്ല, മില്ലത്തിൽ നിന്ന് പുറത്തു പോകും. ഏത് കാര്യം? പടച്ചോന്റെ മാത്രം കുദ്റത്തിലുള്ള കാര്യം ജിന്നിനോട് ചോദിച്ചാൽ, ജിന്നെ ഹിദായത്ത് തരൂ, ജിന്നെ സ്വർഗം തരൂ എന്ന് ചോദിച്ചാൽ, ജിന്നെ രോഗശമനം തരൂ എന്ന് ചോദിച്ചാൽ പടച്ചോന്റെ മാത്രം ഖാസായ കുദ്റത്തിലുള്ളതാണ്, പടച്ചോന്റെ മാത്രം കുദ്റത്തിലുള്ളതാണ്. അത് ചോദിച്ചാൽ ശിർക്കാണ്. പിന്നെയോ രണ്ടാമത്തെ ഇനം എന്താ? ഇത് PN-ന്റെ ലെറ്റർ ആണ് കേട്ടോ.
രണ്ടാമത്തെ ഇനം ഫഹുവൽ ഇസ്തിആനതു ബിൽ ജിന്നി അൽ ഹയ്യിൽ ഹാദിരി അൽ ഖാദിരി ഫീമാ യഖ്ദിറു അലൈഹിൽ മഖ്ലൂഖ്. സൃഷ്ടികൾക്ക് കഴിവ് കൊടുത്ത കാര്യങ്ങളിൽ കഴിവുള്ള ഖാദിറായ ഹാദിറായ ജിന്നിനോട് തേടിയാൽ ഫഹാദാ ഹറാമുൻ വലാ യജൂസു, അത് അനുവദനീയമല്ല, അത് ഹറാമാണ്. ലിഅന്നഹു വസീലത്തുൻ മിൻ വസാഇലി ശിർക്ക്, അത് ശിർക്കിലേക്കുള്ള ഒരു വഴി മാത്രമാണ്, ശിർക്കല്ല. ഇതാണ് ഇപ്പോൾ പറഞ്ഞത്. ശിർക്കിലേക്കുള്ള ഒരു വഴി മാത്രമാണ്, ശിർക്കല്ല. അപ്പൊ ജിന്നുകൾക്ക് കഴിവുണ്ടോ? ജിന്ന് ഖാദിറാണോ? വിസ്തഞ്ഞിപ്പ് തീരുമാനിക്കണം. ഇപ്പൊ കേജയിന്റെ ലെറ്റർ കൊണ്ടെന്നെങ്കിൽ എന്തുണ്ടാവും? സംവാദം നടക്കൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ സംവാദത്തിന് ഉണ്ടോന്ന് പിന്നെ ഹനീഫ് കായക്കൂടി ചോദിക്കുമ്പോ ഉണ്ട്, ഞാൻ തയ്യാറാണെന്ന് മാലിക് സലഫി പറഞ്ഞു. തയ്യാറാണെന്ന് പറഞ്ഞു. അതെ, തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ഇതാ ISM മണ്ഡലം കമ്മിറ്റി ലെറ്റർ കൊടുത്തു. അപ്പൊ പറയാണ് KJU ലെറ്റർ തരണം. KJU ലെറ്റർ തരണം. KJയും മാലിക്കും തമ്മിൽ വല്ല ചർച്ച നടന്നോ? KJയും അബ്ദുൽ മാലിക്കും തമ്മിൽ വല്ല ചർച്ച നടന്നോ? ആരാ ചർച്ച നടന്നത്? ഹനീഫ് കായക്കൊടി. ഹനീഫ് കായക്കൊടി പറഞ്ഞു, ഈ വിഷയത്തിൽ ഒരു വൈജ്ഞാനികമായ ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറുണ്ടോ? അപ്പൊ മാലിക്ക് കയറി ഏറ്റെടുത്തു, ഞാൻ തയ്യാറുണ്ട്. ശരി, തയ്യാറുണ്ടെങ്കിൽ എടുത്തു ചെന്നപ്പോ പറയാണ് ലെറ്റർ ഇതുപോരാ, വേറെ പാടാണ് KJന്റെ ലെറ്റർ. KJന് ഇപ്പൊ നാട്ടില് സംവാദത്തിന് അമ്മയൊത്താനുണ്ടോ എന്ന് ചോദിക്കണ പോലെ സംവാദത്തിനുണ്ടോ എന്ന് വെച്ചിട്ട് ലെറ്റർ കൊടുത്ത് നടക്കണ പണിയല്ല KJന്. മനസ്സിലായോ? മാലിക്കിനേറ്റൊക്കെ ഒരു സംവാദം നടത്തണമെങ്കിൽ KJന്റെ ലെറ്റർ വേണമെന്നാണ് മാലിക് സലഫി ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത്. നിങ്ങളാലോചിച്ചൊക്കെ മാലിക് സലഫി ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത്. ഇനി ഈ മാലിക് സലഫി എഴുതിയ പുസ്തകമാണല്ലോ സംവാദങ്ങളിലൂടെ കൊഴിച്ചിന പത്തപ്പിരിയം നന്ദി സംവാദങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അബ്ദുൽ മാലിക് സലഫി മുറയൂർ എഴുതുന്നു. ഏതാ? അതിന്റെ പേജ് 28 നിങ്ങൾ നോക്കിക്കോ. അതിന്റെ പേജ് 28 അദ്ദേഹം എഴുതുകയാണ്, KJയുവിന്റെ സർക്കുലർ ഒരു വരി മാത്രമല്ല, പൂർണ്ണമായും പ്രമാണവിരുദ്ധമാണെന്ന് മാത്രമല്ല, അത് വിശുദ്ധ ഖുർആനിലെ ആശയങ്ങൾക്കെതിരാണെന്നും വിശിഷ്യ സൂറ അൻആമിലെ 128 ആയത്തിന് അത് വിരുദ്ധമാണെന്നും ഒറ്റവാക്കിൽ തന്നെ ഫൈസൽ മൗലവി മറുപടി പറഞ്ഞു. കാരണം ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും ജിന്നിനോട് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ, അതിന്റെ കഴിവിൽപ്പെട്ടതെന്നോ പെടാത്തതെന്നോ വേർതിരിവില്ലാതെ എന്ത് ചോദിച്ചാലും അതെല്ലാം ശിർക്ക് തന്നെ എന്ന് ഇല്ല. എന്നിരിക്കെ ഇവർ KJയുവിന്റെ പേരിൽ ഇറക്കിയ സർക്കുലർ എങ്ങനെയാണ് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാവുക? ഈ ചുട്ട മറുപടി കിട്ടിയപ്പോൾ പിന്നെ സുല്ലമിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. അപ്പൊ മാലിക് സലഫിന്റെ വാദം എന്താ? കോഴിച്ചിനെ സംവാദം വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വാദം എന്താ? ജിന്നിനോടുള്ള സഹായത്തട്ടം ശിർക്കാണോ അല്ലേ എന്ന് പറയുമെങ്കിൽ എന്തൊക്കെ പരിഗണിക്കണം? തേട്ടം ഭൗതികമാണോ അഭൗതികമാണോ എന്ന് പരിഗണിക്കണം. ഇനി രണ്ടാമത്തതോ അതിന്റെ കഴിവിൽ പെട്ടതാണോ പെടാത്തതാണോ എന്ന് വേർതിരിക്കാതെ പറയാൻ പറ്റില്ല. ജിന്നിന്റെ കഴിവിൽ പെട്ടതാണോ പെടാത്തതാണോ? ആരാ പറഞ്ഞത്? മാലിക് സലഫി. അപ്പൊ ജിന്നിന്റെ കഴിവിൽ പെട്ടതുണ്ടെന്ന് വാദിച്ച ആള് പറയാണ് ഇപ്പൊ അദ്ദേഹം വായിച്ചിട്ട് പറയാണ്, ജിന്നുകൾ പറയും ഞങ്ങൾക്ക് ഒരു കഴിവില്ല, ഞങ്ങൾക്ക് തന്നെ ഒരു ഉപകാരം ചെയ്യാനും പറ്റൂല, ഒരു ഉപദ്രവം തടുക്കാനും ഞങ്ങൾക്ക് തന്നെ പറ്റൂല, പിന്നെ ആണ് നിങ്ങളെ കാര്യം എന്ന് ജിന്നുകൾ പറയും. അതുകൊണ്ട് ജിന്നുകൾ ഖാദിറല്ല. അബ്ദുറഹ്മാൻ സലഫി ഖാദിറായ ജിന്നിനോട് തേടുന്നത് ശിർക്കാണെന്ന് ഈ ആയത്ത് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ജിന്നുകൾ ഖാദിറല്ല. അതേ ആളെന്നെ എഴുതിച്ചിരിക്കുക. ജിന്നുകളുടെ സഹായത്തേട്ടം ശിർക്കാണോ അല്ലേ എന്ന് പറയണമെങ്കിൽ ജിന്നുകൾക്ക് ഖാദിറായ ജിന്നാണോ, ഖുദ്റത്തുള്ള കാര്യത്തിലാണോ അല്ലേ എന്ന് ചോദിക്കണം എന്ന് അദ്ദേഹം തന്നെ എഴുതി വെച്ചിരിക്കാണ്. അപ്പൊ കേരളത്തിലുടനീളം ഇതിങ്ങനെ പറഞ്ഞിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ അവസാനമായിട്ട് PNന്റെ ലെറ്റർ വന്നത്. PNന്റെ ലെറ്റർ അറബിയിൽ തന്നെ വന്നു, അറബികൾക്ക് തന്നെ കൊടുത്തു. അറബികൾക്ക് വിസ്ഡം ഓർഗനൈസേഷന്റെ നിലപാടായി PN എഴുതി കൊടുത്തത് എന്താ? PN എഴുതി കൊടുത്തത് ജിന്നുകളോടുള്ള സഹായത്തേട്ടം 2 ടൈപ്പ് ഉണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ട കാര്യം ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കാണ്. ഇനി ഷിർക്കാകാത്ത രണ്ടാമത്തെ ഇനം എന്താ? ആ ഇനം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിആനതു ബിൽ ജിന്നി അൽ ഹയ്യിൽ ഹാദിരി അൽ ഖാദിരി ഫീമാ യഖ്ദിറു അലൈഹിൽ മഖ്ലൂഖ്. സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ കഴിവുള്ള
കഴിവുള്ള ജിന്നിനോട്, ഹാജറുള്ള ജിന്നിനോട്, ഹയ്യായിട്ടുള്ള ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കല്ല എന്ന് വിസ്ഡം ഓർഗനൈസേഷന്റെ ലെറ്റർ പേഡിൽ അഖൂക്കും അദ്ദാഇലക്കും അബ്ദുൽ ലത്തീഫ് മുഹമ്മദ് മദനി റഈസുൽ ജംഇയ്യത്തുൽ ഹിക്മ അൽ ഇസ്ലാമിയ്യ, വിസ്ഡം ഓർഗനൈസേഷന്റെ ആരാണ് റഈസായ ആരായിരുന്നു? പി എൻ അബ്ദുൽ ലത്തീഫ് മദനി. ശിർക്കല്ലാത്ത ജിന്നിനോടുള്ള സഹായത്തേട്ടാണ്. ഈ പി എൻ ആണ് പണ്ട്, ഈ പി എന്റെ അധ്യക്ഷതയിലാണ് പണ്ട് ജിന്നിനോടുള്ള സഹായത്തേട്ടൻ ശിർക്കാണെന്ന് മദീനത്തുൽ ഉലൂമിൽ വെച്ച് ഒപ്പിട്ട് കൊടുത്തത്. ഹനീഫ് കായക്കുടി എന്ന് പറയുന്ന KJUവിന്റെ സെക്രട്ടറി കളവ് പറയുന്ന ആളാണ്. ആരാ? താജുദ്ദീൻ സലാഹി വിളിച്ചു പറയാ, ഹനീഫ് കായക്കുടി എന്ന് പറയുന്ന KJUവിന്റെ സെക്രട്ടറി കളവ് പറയുന്ന ആളാണ്. നിങ്ങളെ റഈസ് ഒപ്പിട്ടതാ ജിന്നുകളോടുള്ള സഹായത്തേട്ടം എല്ലാം ശിർക്കാണെന്ന്. എന്നാ 2011 നിങ്ങളെ റഈസിന്റെ 2024 ലെറ്ററാണ് ഈ കാണുന്നത്. 2024 ലെറ്റർ. ആ ലെറ്ററിൽ പറയുന്നത് എന്താ? ഓഗസ്റ്റ് 13 നിങ്ങൾ നോക്ക്, ഓഗസ്റ്റ് 13 നിങ്ങളെ റഈസ് പറയുന്നു ജിന്നിനോടുള്ള സഹായത്തേട്ടങ്ങൾ ശിർക്കായതുമുണ്ട്, അല്ലാത്തതുമുണ്ട്. 2011 ചൊവ്വാഴ്ച മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ PN അബ്ദുൽ ലത്തീഫ് മദനി, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജിന്നുബാധ, റുഖയ്യ ശർഇയ്യ എന്നിവ സംബന്ധിച്ച് മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുള്ള വിഷയങ്ങളിൽ സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുത്തവരും KNM KJ മുമ്പാകെ സമർപ്പിക്കുന്നതിനായി അവർ ഏകകണ്ഠേന അംഗീകരിച്ച ഒപ്പുവെച്ചതുമായ കാര്യങ്ങൾ. ആരാധ്യക്ഷൻ? PN അബ്ദുൽ ലത്തീഫ് മദനി. കുഞ്ഞു മുഹമ്മദ് മദനി പിന്നെ ഒന്നും മിണ്ടൂല. അദ്ദേഹം ഇങ്ങനെ മിണ്ടാതെ നിൽക്കാണ്. അത് മിണ്ടട്ടെ, മിണ്ടുമ്പോൾ നമുക്കത് ബാക്കി കാര്യങ്ങൾ പറയാം. കാരണം അദ്ദേഹം മിണ്ടാത്തതിന് ചില രഹസ്യങ്ങളുണ്ട്. കുഞ്ഞു മുഹമ്മദ് മദനി മിണ്ടാത്തതിന്റെ ഉള്ളിൽ ചില പൊളിറ്റിക്സ് ഉണ്ട്. കുഞ്ഞു മുഹമ്മദ് മദനിക്ക് ഇത് ശിർക്കാണ്. അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ വിളിച്ച് എനിക്കും ഇത് ശിർക്കല്ല എന്നാണെന്ന് പറയട്ടെ. ഇന്നോളം പറഞ്ഞിട്ടില്ല. ഫൈസൽ മുസ്ലിയാർ ഓതിയ സൂറത്ത് അൻആം 128 ആയത്ത് ഫൈസൽ ദുർവ്യാഖ്യാനിച്ചതാണ്. ജിന്നുകളോടുള്ള സഹായത്തേട്ടം വസീലത്തുൻ ഇല ശിർക്കാണ് എന്ന് ഖുർതുബിയിലില്ല, ഇബ്നു അബ്ബാസിലില്ല എന്ന് ആർക്കറിയാം? കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിനറിയാം. പക്ഷേ മിണ്ടൂല. കാരണം ചില കുടുക്കുകളിൽ കുടുക്കിയാൽ കൊളത്തിയാൽ അതങ്ങനെയാണ്, പിന്നെ മിണ്ടാൻ പറ്റൂല. അല്ലെങ്കിൽ കുഞ്ഞു മുഹമ്മദ് മദനി പറയട്ടെ, അദ്ദേഹം പറയട്ടെ ഇത് ശിർക്കല്ലെന്ന്. പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പൊ കൊടുക്കേണ്ടത് ഒരാൾക്ക് കൂടെ കൂടുതൽ കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ തൗഹീദ്, നിങ്ങൾ അടക്കമുള്ള ആളുകൾ എഴുതി വെച്ച തൗഹീദ് ഉണ്ടല്ലോ, ആ തൗഹീദിനെ ചവിട്ടി മതിച്ചിട്ട് മിണ്ടാതെ അങ്ങനെ ഇരിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ ചർമ്മ സൗഭാഗ്യം അപാരമാണ്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ടും മിണ്ടാതിരിക്കുക. നിങ്ങൾ ആലോചിക്കുക, ഇത് PNന്റെ അധ്യക്ഷതയിൽ ചേർന്ന 2011 ചേർന്നിട്ടുള്ള വിഷയം ചർച്ച ചെയ്തു. 11ാമത്തെ നമ്പറിൽ ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ്. ഒപ്പുവെച്ചതാരാ? PN അബ്ദുൽ ലത്തീഫ് മദനി 2011. 2011 കഴിഞ്ഞിട്ട് ഇപ്പൊ 13 കൊല്ലം കഴിഞ്ഞ് 2024 ആയപ്പോ PNന്റെ ലെറ്റർ വന്നിരിക്കുന്നു. എന്താ? ജിന്നുകളോടുള്ള സഹായത്തേട്ടം 2 വിധമുണ്ട്, ശിർക്കായതും അല്ലാത്തതുമുണ്ട് എന്ന് വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ലെറ്റർ വന്നിരിക്കുന്നു. കളവ് പറയുന്നത് ആരാ? വിസ്ഡമിന്റെ വാച്ചാനോണ ഈ കേരളത്തിൽ മൈക്ക് കെട്ടി വിസ്ഡം സ്റ്റേജിൽ നിന്ന് പെരുങ്കള്ളൻ ആ കള്ളം പറയാണ്. എന്തെന്ന്? KJന്റെ സെക്രട്ടറി കളവ് പറയുന്ന ആളാണ്. ഞങ്ങൾക്ക് വിശ്വാസമില്ല. മൂപ്പര് പെരുന്നോണേ എന്നിട്ട് പിടിച്ചപ്പോ പറയാണ് അത് പിന്നെ ഇതൊക്കെ നിഷേധിക്കുന്ന സലാൻ സുല്ലമിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടല്ലോ, ആ സലാൻ സുല്ലമിനെ ചേർത്ത് ഐക്യപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്കും ആ വാദം ഉണ്ടാവുമല്ലോ. നിങ്ങൾ ആലോചിച്ച്, നിങ്ങളെ കൂട്ടത്തിൽ ഏതൊക്കെ ജാതി സാധനങ്ങളുണ്ട്? നിങ്ങളെ കൂട്ടത്തിൽ ജിന്നടിച്ചിറക്കുന്നതിന് വേണ്ടി പള്ളിച്ചെരുവിൽ നിങ്ങൾ എന്ത് വേണം? ജിന്നടിച്ചിറക്കൽ കേന്ദ്രം പണിയണമെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ നിങ്ങളെ കൂട്ടത്തിൽ? ഇപ്പോഴില്ലേ? മുജാഹിദ് ബാലുശ്ശേരി നിങ്ങളെ കൂട്ടത്തിലല്ലേ? അദ്ദേഹം പറഞ്ഞിട്ടില്ലേ റുഖിയ ശർഇയ്യ ജിന്നിനെ ഇറക്കുന്ന കേന്ദ്രം പണിയണം? പറഞ്ഞിട്ടില്ലേ നിങ്ങളെ കൂട്ടത്തിൽ? ജിന്നിനെ അടിച്ചിറക്കണം. ആരാ? അബൂബക്കർ സലഫി പറഞ്ഞിട്ടില്ലേ നിങ്ങളെ കൂട്ടത്തിൽ? അപ്പൊ ഇനി ഞങ്ങൾക്കും പറയാലോ നിങ്ങളെ കൂട്ടത്തിലെ ആളുകൾ ഏതെല്ലാം വാദക്കാരുണ്ട്. ആ വാദക്കാർ ഇപ്പോ സാജിദ് തിരൂരങ്ങാടി വ്യക്തമാക്കി.
നിങ്ങൾ കണ്ട ഇന്റർവ്യൂ ഒന്നല്ല കയ്യിലുള്ളത്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇസ്ലാഹ് പാഠശാല പുറത്തിറക്കിയ ഇന്റർവ്യൂ ഉണ്ടല്ലോ, ആ ഇന്റർവ്യൂ തുണ്ടാണ്, ഒരല്പം തുണ്ടാണ്. അതിന്റെ ബാക്കിയുണ്ട്. ആ ബാക്കിയില് ഈ താജുവിനെ പോലെയുള്ള, താജു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, താജുവിനെ പോലെയുള്ള ആളുകൾ പലരും വീട്ടിൽ സാജിദിനെ കൊണ്ടുപോയി സ്വന്തം പെണ്ണുങ്ങൾക്ക് റുഖിയ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം വീടിന്റെ അകത്ത് സിഹ്ർ ചെയ്തതിന്റെ പിന്നെ എഫക്റ്റ് മാറാൻ വേണ്ടി ചെയ്യിച്ചിട്ടുണ്ട്. അവരെ വീഡിയോ ഞങ്ങളെ കയ്യിലുണ്ട്. നിങ്ങൾ അതൊന്നും പിന്നെ പുറത്തേക്ക് വിടരുതല്ലോ. കാരണം ഇതൊക്കെ ഒരു സൊസൈറ്റിക്ക് പറയാൻ പറ്റിയ വിഷയമല്ലല്ലോ. നിങ്ങൾ ചെയ്യുന്ന റുഖിയയും റുഖിയ ചെയ്യിപ്പിച്ച വിസ്റ്റം പെണ്ണുങ്ങൾ ഈ ബാധയുണ്ട് എന്ന് പറഞ്ഞ് കിടന്ന് തുള്ളുന്ന വീഡിയോകൾ ഒക്കെ നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് താജുദ്ദീൻ സ്വലാഹി മനസ്സിലാക്കിക്കോ, KJU ആ സംവാദം ഏറ്റെടുക്കേണ്ട ആവശ്യം KJയിനില്ല. കാരണം KJ നടത്തിയതല്ല, KJ നടത്തിയ സംവാദമല്ല. KJU മുൻകൈ എടുത്ത് നടത്തുന്ന സംവാദത്തിൽ ഞാൻ ഉണ്ടാവൂ കൂട്ടരെ, നിങ്ങൾക്ക് ആലോചിച്ചാ പോലെ. എന്താ KJയിൽ അബ്ദുറഹ്മാൻ സലഫി ഉണ്ടെന്ന്, അനസ് മൗലവി ഉണ്ടെന്ന്, കായക്കൊടി ഉണ്ടെന്ന്, അതുപോലത്തെ വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. എന്നിട്ട് KJ ഒരു സംവാദം നടത്തിച്ചിട്ട് എന്നെ വിട്ട് സംവാദം നടത്തിക്കുക. ഉലമാക്കൾ അവിടെ ഇരിക്കുമ്പോ എന്നെ പോലത്തെ ഒരാളെ കൊണ്ട് സംവാദം നടത്തിക്കണം. എന്തിനാ? എന്നെ കൊണ്ട് സംവാദം നടത്തിച്ചത് ആരാ? KJU അല്ല. എന്നിട്ട് താജു പാച്ച നോണക്കൊപ്പത്ത് വന്ന് വിളമ്പി. ഇന്നും യൂട്യൂബിൽ താജുവിന്റെ കള്ളം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ എടുത്തു നോക്കിയപ്പോ എത്രായിരം വ്യൂവേഴ്സ് ഉണ്ട്. ഇത്ര ആളുകളോട് താജ് നുണ പറഞ്ഞു. നിങ്ങൾ ആലോചിക്ക്, എത്രായിരം ആയിരക്കണക്കിന് വ്യൂവേഴ്സിനോട് താജ് നുണ പറഞ്ഞു. താജുവിന്റെ നുണ, രണ്ടാം ഘട്ട നുണ, ഒന്നാം ഘട്ട നുണ, KNM ഹദീസ് നിഷേധി എന്നിട്ട് 10 ഹദീസ് നിഷേധം KNMന്റെ പേരിൽ എണ്ണി പിടിച്ച്. കാരണം എല്ലാവർക്കും അറിയാം ഖബർ ജീവിതം KJ നിഷേധിച്ചിട്ടില്ല, നിഷേധിച്ചു എന്ന കള്ളം പറഞ്ഞ പെരുങ്കള്ളനാണ് താജുദ്ദീൻ സ്വലാഹി. ഇനിയോ ബർസഖ് നിഷേധിച്ചിട്ടില്ല, സിറാത്ത് പാലം നിഷേധിച്ചിട്ടില്ല, ശഫാഅത്ത് നിഷേധിച്ചിട്ടില്ല. ഇതൊക്കെ കൂടെ കെട്ടി പിന്നെ സലാം സുല്ലം എന്തൊക്കെ നിഷേധിച്ചോ അതൊക്കെ KNMന്റെ KJന്റെ പേരിൽ ഈ ഐക്യത്തിന്റെ മേൽവിലാസത്തിൽ ഇദ്ദേഹം പറഞ്ഞ് പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. പിടിച്ചപ്പോ പറയാണ് അത് പിന്നെ നിങ്ങൾ ഐക്യപ്പെട്ടപ്പോ അയാളെ തീരുമാനം നിങ്ങളെ തലയിൽക്കാവോലോ, നിങ്ങളെ തല അയാളെ തലയിൽക്കാവോലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞ് കൈയഴുകി പോയ താജ് കൊപ്പത്ത് വന്നിട്ട് അടുത്ത വെടി പൊട്ടിച്ചിരിക്കുക. അടുത്ത പടി, ഒന്നാമത്തെ പടി ഇത് KJU നടത്തിയ സംവാദമാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ താജ് സംസാരിച്ചു. താജുവിന്റെ സംസാരം എന്താ? അങ്ങനെ ഞങ്ങൾ KJന്റെ ലെറ്റർ തന്നെ വേണമെന്ന് പറഞ്ഞെന്തുകൊണ്ടാന്ന് വെച്ചാൽ സംവാദത്തിൽ പിന്നെ ഇവർക്ക് എന്തെങ്കിലും അപജയം സംഭവിച്ചാൽ ഇവരപ്പോ ഒഴിഞ്ഞു മാറും. അതിന് ഉദാഹരണമാണ് പന്നിപ്പാറ സംവാദം. നിങ്ങൾ ആലോചിക്കുക, പന്നിപ്പാറ സംവാദത്തിന്റെ ആദ്യം സംസാരിക്കുന്ന ഒരാളുണ്ട്. ആരാണെന്നറിയോ? മരിച്ചുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല മർഹമത്തും മഗ്ഫിറത്തും കൊടുക്കുമാറാകട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഹൈദർ അലി സാഹിബ്, പ്രിംറോസിന്റെ വാപ്പ ഹൈദർ അലി സാഹിബ് സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമായി പറയുന്നു, ഇതൊരു സൗഹൃദ വേദി സംഘടിപ്പിക്കുന്നതാണ്. KJ സംഘടിപ്പിക്കില്ല. എങ്ങനെയാണ് KJന്റെ സംവാദത്തിൽ പിന്നെ ഹൈദർ അലി സാഹിബ് അധ്യക്ഷത വഹിക്കുക? കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റാ, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റാ ഹൈദർ അലി സാഹിബ്. അപ്പൊ ഹൈദർ അലി സാഹിബാണ് അതിലെ അധ്യക്ഷൻ. KJU മുൻകൈയെടുത്ത് നടത്തുന്ന സംവാദത്തിൽ അധ്യക്ഷൻ അദ്ദേഹം ആകോ? അപ്പൊ അദ്ദേഹം അല്ല. താജുവിന്റെ ഒന്നാം പിടി, താജുവിന്റെ രണ്ടാം ഘട്ടത്തിലെ ഒന്നാം പടി. ഒന്നാം ഘട്ടത്തിലെ 10 പിടി വേറെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടാം ഘട്ടത്തിലെ ഒന്നാം പടി. അതാണ് ഹൈദർ അലി സാഹിബ് അപ്പൊ തന്നെ പൊളിക്കും. ഹൈദർ അലി സാഹിബ് പൊളിക്കും. ഇനി താജു പറഞ്ഞെന്താ? പറഞ്ഞത് അങ്ങോട്ട് ചെന്നു സംവാദം ആവശ്യപ്പെട്ടിട്ട്. ഞാൻ ചെന്നു. താജു മുസ്ലിമാണെന്നത് പോട്ടെ, മനുഷ്യനാണെങ്കിൽ നീ അത് തെളിയിക്കണം. നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു, നീ അത് തെളിയിക്കണം. ഞാൻ പോയോ? ഞാൻ സംവാദം അന്വേഷിച്ചു പോയോ? ഞാൻ ആരെയെങ്കിലും പറഞ്ഞയച്ചോ? ഞാൻ ആവശ്യപ്പെട്ടോ? കള്ളം പറയാൻ ഉളുപ്പില്ലാത്ത താജുദ്ദീൻ സ്വലാഹി ഇതിന് മറുപടി പറയാൻ. പച്ച കള്ളം മാന്യന്റെ പോലെ ഷർട്ടും കുപ്പായിട്ട് നിന്നിട്ട് സ്റ്റേജിൽ നിന്ന് പറഞ്ഞിരിക്കുക, ഞാൻ പോയിട്ടില്ല. ആരാണ് ഈ സംവാദം സംഘടിപ്പിച്ചത്? നിങ്ങളെ നാട്ടുകാരൻ ജബറൂത്ത് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഈ സംവാദം സംഘടിപ്പിച്ചത് ജബറൂത്തും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഫാസിൽ എന്ന് പറയുന്ന മുഹമ്മദ് ഫാസിൽ വാടാനപ്പള്ളി. ഇവർ രണ്ടുപേരും
അവരാലോചിച്ചു, അവർ ചർച്ച ചെയ്തു, അവര് പിന്നെ ഈ വിഷയം നമുക്ക് കൂടുതൽ അവർക്ക് പഠിക്കാൻ വേണ്ടി രണ്ട് പക്ഷത്തു നിന്നും ആരെങ്കിലും വിളിച്ചിട്ട് ഒരു പിന്നെ ചർച്ച നടത്താം, ആ ചർച്ചയിലൂടെ നമുക്ക് പഠിക്കാലോ. അങ്ങനെ എന്നെ വിളിച്ചിട്ട് ജബറൂത്ത് ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ ചോദിച്ചൊക്കെ ഹയ്യാണ്, ജബറൂത്തും ഹയ്യാണ്, ഫാസിലും ഹയ്യാണ്, താജും ഹയ്യാണ്, നിങ്ങൾ ചോദിക്ക്. എന്നിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ചർച്ച ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു ചർച്ച വെച്ചാൽ നിങ്ങൾക്ക് വരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഞാൻ വരാം. അപ്പുറത്തുനിന്ന് ഇവര് തന്നെ സെലക്ട് ചെയ്തു, ഫൈസൽ മുസ്ലിയാരെ നിങ്ങളൊരു ചർച്ച വെച്ച ഞങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് വരാൻ പറ്റുമോ? വരാന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാ എവിടെ വെച്ച് നടത്തണം? ഇവർ തീരുമാനിച്ചു എവിടെ വെച്ച് നടത്തണം. അത് പ്രിംറോസിന്റെ വീട്ടിൽ വെച്ചായിക്കോട്ടെ, കാരണം അൺഒഫീഷ്യൽ ആണല്ലോ ഈ ചർച്ച, അതുകൊണ്ട് പ്രിംറോസിന്റെ വീട്ടിലായിക്കോട്ടെ. ആ അൺഒഫീഷ്യൽ ചർച്ചയെ പറ്റിയിട്ടാണ് ഈ പറയുന്ന സംവാദത്തിന്റെ ആദ്യം ഹൈദർ അലി സാഹിബ് സംസാരിക്കുന്നത്. ഈ സംവാദം ഒരു സൗഹൃദ വേദി നടത്തുന്നതാണ്, അൺഒഫീഷ്യലാണ്. അതാണ് നടന്നത്. എന്നിട്ട് അങ്ങോട്ട് ഞാൻ ചെന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആര് ചെന്നു? KNMന്റെ ആരും ചെന്നില്ല. അന്ന് ഒരു സ്ഥലത്തുമില്ലാതെ നിൽക്കുന്നവരാണ് മുജാഹിദ് പ്രവർത്തകന്മാർ. അങ്ങോട്ട് പോണോ വിഷയം ഏത് പഠിക്കണോ എന്നറിയാതെ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോ അങ്ങനത്തെ പ്രവർത്തകന്മാർ അവർക്ക് പിന്നെ വിഷയത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവരൊരു വേദി സംഘടിപ്പിച്ചു. അപ്പൊ താജുവിന്റെ 2ാം ഘട്ടത്തിലെ 1ാം കളവും 2ാം കളവും. ഇനി 3ാം കളവോ? സലഫി പറഞ്ഞു. എന്ത് പറഞ്ഞു? സലഫി പറഞ്ഞു, കടപ്പുറത്ത് വെച്ച് പറഞ്ഞു, ഒരു കുട്ടിനെ റൂമിൽ പിടിച്ചുകൊണ്ടുപോയി അകത്ത് വെച്ച് സംവാദം നടത്തിക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? വിചാരിച്ചിട്ട് പിന്നെ കൊണ്ടുപോയി. അങ്ങനെയാണ് സംവാദം നടന്നത്. കണ്ടോ, കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് കൈയൊഴിയുന്നു. സലഫിയും ഈ സംവാദം തമ്മിൽ എന്ത് ബന്ധം? താജുവിന്റെ 3ാം കളവ്, 2ാം ഘട്ടത്തിലെ താജുദ്ദീൻ സ്വലാഹിയുടെ 3ാം കളവ്, താജുവിന്റെ കളവ്, പെരും കളവ് പറയാൻ മടിയില്ലാത്ത താജുവും കളവ് പറഞ്ഞു ഒപ്പിടുന്ന റയീസ് PN അബ്ദുൽ ലത്തീഫ് മദനി. എന്നിട്ട് KJന്റെ സെക്രട്ടറി ധാരാളം കളവ് പറയും. ഇതാണ് മുപ്രവാദം. ഇനി ആലോചിക്കുക, സലഫിക്ക് എന്താ ബന്ധം? സലഫി ഒഴിഞ്ഞോ? താജു കളവ് പറയുമ്പോ കുറച്ചൊക്കെ ലോജിക്കിൽ പറയണം. ഒഴിഞ്ഞോ? സലഫിന്റെ വാക്ക് എങ്ങനായിരുന്നു? ഞങ്ങളുടെ പണ്ഡിതനല്ലാത്ത പ്രബോധകനായ സാലിസ് വാടാനപ്പള്ളിയെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി സംവാദം നടത്തിച്ച് വിജയിക്കാമെന്ന് വിചാരിച്ച ഫൈസൽ മുസ്ലിയാർ അവിടെ നിലം പരിശായപ്പോ, സലഫിന്റെ വാചകത, നിലം പരിശായപ്പോ ആര് നിലം പരിശായി? സാലിസ് വാടാനപ്പള്ളി നിലം പരിശായോ? അങ്ങനെയാണോ സലഫി പറഞ്ഞത്? ഞാൻ നിലം പരിശാവോ ഇല്ലേ എന്നുള്ളത് വേറെ പ്രശ്നം. കാരണം ഞാൻ പിന്നെ നിലം പരിശാവാത്ത വിധത്തിൽ അതിശക്തനായ അമാനുഷികനായ ഒരാളൊന്നല്ല. പക്ഷെ അവിടെ സലഫി പറഞ്ഞത് എന്താ? ആരാ നിലം പരിശായത്? താജ് ക്ലിപ്പ് കേൾക്കണം. കട്ടുമുറിച്ച് കളവ് പറയാൻ നിന്നാൽ കുറച്ചൊക്കെ ബുദ്ധിപൂർവ്വം പറയണം. അങ്ങനെ ഒപ്പിട്ട് കൊടുക്കുന്ന കള്ളന്മാരെ കൂട്ടത്തിൽ നിന്നാൽ പലതും മാറ്റി പറയാൻ ഉളുപ്പുണ്ടാവൂല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സലഫി പറഞ്ഞത് എന്താ? നിലം പരിശായപ്പോൾ ആര്? ഫൈസൽ മുസ്ലിയാർ. പന്നിപ്പാറ സംവാദം കണ്ട സലഫി പറയുന്നു, നിലം പരിശായത് ഫൈസൽ മുസ്ലിയാരെ പറ്റിയാണ്, സാലിസ് വാടാനപ്പള്ളിയെ പറ്റിയിട്ടല്ല പറഞ്ഞത്, മറിച്ച് ഫൈസൽ മുസ്ലിയാരെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഫൈസൽ മുസ്ലിയാർ നിലം പരിശായോ? താജൊരു ക്ലിപ്പിട്ടു. എന്താ? ആലു ഷേഖിന്റെ ഫത്വ ഞാൻ വായിക്കുന്നു. ആ ഫത്വ വായിച്ചപ്പോ ഫൈസൽ മുസ്ലിയാർ ആ ഫത്വ വാങ്ങിയിട്ട് അൽഹംദുലില്ലാഹി അൽഫ മറ, ഞാനിതാ എല്ലാം പിൻവലിച്ചു, ഇതിന്റെ വാദം ഇതാ സാലിസ് അവതരിപ്പിച്ചു, ഞാൻ ചോദ്യം പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശേഷം പിന്നെ നടന്നത് എന്താ? അത് താജുദ്ദീന്റെ ക്ലിപ്പില്ല. അതിനുശേഷമാണ് സലഫി പറഞ്ഞ നിലം പരിശാവലുണ്ടായത്. മനസ്സിലായോ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് വിജയം ആഘോഷിച്ചതിന് ശേഷമാണ് കടപ്പുറത്ത് വെച്ച് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ നിലം പരിശാക്കലുണ്ടല്ലോ, ആ നിലം പരിശാക്കിയത് അതിനുശേഷമാണ്. അതിനുശേഷമുള്ള വീഡിയോ കണ്ടോ? ഇതൊരു 5-6 മണിക്കൂർ ഈ സംവാദം ഉണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത് ക്ഷമിച്ചിരുന്ന് കാണാൻ പറ്റില്ല. അത് ഇവർക്ക് നല്ലോണം അറിയാം. അപ്പൊ ഇവർക്ക് ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്യാം. ഈ കട്ട് ചെയ്തിട്ട് അടുത്തന്റെ സംസാരം ഉണ്ട്, ഫൈസൽ മുസ്ലിയാരുടെ ഈ സംസാരം അൽഹംദുലില്ലാ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് കണ്ടോക്കി. പിന്നെന്താ സംഭവിക്കുന്നത്? അവിടെ എന്തൊക്കെയാണ് പൊളിഞ്ഞത്? നിങ്ങൾ ആലോചിക്കുക. അവിടെ പൊളിഞ്ഞത് അതുവരെ നിങ്ങൾക്കറിയോ? ഇന്നിപ്പോ 3 ഷർത്തല്ലേ ജിന്നിനെ വിളിച്ച് സഹായം തേടുന്ന ശിർക്കല്ലാത്തതിന് ഇഷ്ടം വെച്ചത്? ഏതാ? ഹയ്യ്, ഹാളിർ, ഖാദിർ. 3 ഷർത്തല്ലേ? അന്ന് 4ാമത്തെ ഷർത്ത് കൂടി ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 4ാമത്തെ ഷർത്ത് എന്താ? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഹയ്യ്, ഹാളിർ, ഖാദിർ. 4ാമത്തെ എന്താ?
ഓർക്കുന്നുണ്ട് ആരെങ്കിലും? ഓർക്കുന്നുണ്ടോ? ഉള്ളവരൊന്ന് കൈപൊക്കിയേ. ഞാനൊരു കഥ പറയാനാണ്. ഓർക്കണവരാരെങ്കിലും ഉണ്ടോ? മറന്നില്ലേ? 4ാമത്തെ ഷർത്ത് മറന്നില്ലേ? ഇല്ലേ? മറന്നു. ആ സംവാദം നടന്നുകൊണ്ട് മറന്നതാണ്. അതാണ് നിലംപരിശായി എന്ന് പറഞ്ഞത്. 4ാമത്തെ ഷർത്ത് എന്താണെന്നറിയോ? മുസ്ലിമായ ജിന്നി. ഓർമ്മ വന്നില്ലേ? മുസ്ലിമായ ജിന്നി. മുസ്ലിമായ ജിന്നി, ഹയ്യ് ഹാദിർ ഖാദിർ മുസ്ലിമേ, മുസ്ലിമായ ജിന്നി. അതായിരുന്നു അവരുടെ നിലപാട്. അതാണ് യാസിർ ബിൻ ഹംസ പറഞ്ഞത്. അതാണ് സക്കരിയ സ്വലാഹി പറഞ്ഞത്. മുസ്ലിമായ ജിന്നി ഈ ഷർത്ത് വെച്ചിരുന്നു. ആ ഷർത്ത് ഈ ആലു ഷേഖിന്റെ ഫത്വ വിശദീകരിച്ചപ്പോ ഫൈസൽ മുസ്ലിയാർ തുറന്നു സമ്മതിച്ചു, ജിന്ന് മുസ്ലിമായാലും കാഫിറായാലും സഹായം തേടിയ ശിർക്കല്ല. അവിടെ വെച്ച് അദ്ദേഹത്തിന് വെളിവാക്കേണ്ടി. അതുവരെ ഇബ്ലീസിനോട് സഹായം തേടുന്നത്, ഷെയ്ത്താനോട് സഹായം തേടിയാൽ ശിർക്കല്ലെന്ന് പറയുന്ന കൂട്ടരാണ് ഇവരെന്ന് ലോകം വിശ്വസിച്ചിരുന്നില്ല. മുസ്ലിം ജിന്ന് എന്നല്ല അവർ പറയുന്നത്, മുസ്ലിം ജിന്ന് എന്നല്ല പറയുന്നത്. അല്ല കൂട്ടരെ, ഇവർക്ക് ഷെയ്ത്താനോട് തേടിയാലും ശിർക്കല്ല എന്നത് അവിടെ വെച്ച് തെളിഞ്ഞു. ഈ ആലു ഷേഖിന്റെ ഫത്വ വായിച്ചിട്ട് ആലു ഷേഖ് പറയുന്നു, കാഫിറായ ജിന്നിനോട് തേടിയാൽ ശിർക്ക്, മുസ്ലിമായ ജിന്നിനോട് തേടിയാൽ വസീലത്തുൻ ഇല ശിർക്ക്. ഇതിലേതാ നിങ്ങളെ വാദം? ചോദിച്ചു, ഉരുണ്ടു, നിലംപരിശായി. അവസാനം ഫൈസൽ മുസ്ലിയാർ സമ്മതിച്ചു, കാഫിറിനോട് തേടിയാലും മുസ്ലിമിനോട് തേടിയാലും രണ്ടും ശിർക്കല്ല എന്ന് തെളിയിച്ചു. പിന്നെ അൽഹംദുലില്ലാഹ് പറയുന്നത് ഞാനാ. സംഭവങ്ങൾ കേട്ടോ? താജ് ഇത് കേട്ടിട്ടുണ്ടാവില്ല. ആരെങ്കിലും കുട്ടികൾ കട്ട് ചെയ്ത് താജുവിന് കൊടുത്തിട്ടുണ്ടാവും. കളവ് പറയാൻ ഉളുപ്പില്ലാത്ത താജും കളവിന് ഒപ്പിടുന്ന പിന്നെ റൈസുള്ളപ്പോ പിന്നെ പേടിക്കാനല്ലോ. ഒപ്പിട്ട് കൊടുക്കുന്ന റൈസിന് ഇങ്ങനെ ചോദിക്കാം, താജു എന്തിനാണ് 1ാം ഘട്ടത്തിൽ 10 വെടി കേരളത്തിനെതിരെ നീ വെച്ചിട്ട് അത് തിരിച്ച് അണ്ണാക്കിലേക്ക് തന്നെ വന്നപ്പെട്ടു, നീ 2ാം ഘട്ടത്തിൽ എന്തിനാ താജു ഈ നോണേറ്റ് പോണെന്ന് ചോദിച്ചാൽ താജു തിരിച്ചു ചോദിക്കും, നിങ്ങളത് പറയരുത്. നിങ്ങളിപ്പോ 2011 ജിന്നിനോടുള്ള സഹായത്തട്ടം ഒപ്പിട്ട് കൊടുത്ത റൈസാണ്. 2024 നിങ്ങൾ പിന്നെ മാറ്റി പറഞ്ഞ് ജിന്നിനോടുള്ള സഹായത്തട്ടം ശിർക്കായതും അല്ലാത്തുണ്ടെന്ന് 2ാമത് ലെറ്റർ എഴുതി കൊടുത്ത ലെറ്റർ ബോർഡിൽ ഒപ്പിച്ചിട്ട് കൊടുത്ത ആളാണ്. 2 ഒപ്പാണ് പിയൻ്റെത്. അത് താജ് ചോദിക്കും. അതുകൊണ്ട് താജിന് കുറച്ചുകൂടെ പിന്നെ വിശാലമായിട്ട് ആ പ്ലാറ്റ്ഫോമിൽ ബലസാം. 2ാം ഘട്ടത്തിലെ വെടിയോ 10ാം ഘട്ടത്തിലെ വെടിയോ ഒക്കെ താജിന് വെക്കാം. കാരണം എന്താ? ചോദിക്കാനും പറയാൻ ആളില്ലെന്ന്. ചോദിക്കേണ്ടതാരാ? റൈസാണ്. ആ റൈസിന്റെ കോലെന്താ? റൈസ് 2011 ഒപ്പിട്ടിട്ട് ശിർക്കാണെന്ന് പറഞ്ഞു, 2024 ഒപ്പിട്ടിട്ട് ശിർക്കല്ലെന്നും പറഞ്ഞു. അപ്പൊ റൈസിനോട് തിരിച്ചു ചോദിക്കുമല്ലോ, നിങ്ങൾക്ക് ആവാമെങ്കിൽ എനിക്ക് ആവാലോ എന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് താജ് സംവാദം ഒന്ന് കണ്ടേക്ക്. ഇനി ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തന്നെ തരാം സംവാദം. 5 മണിക്കൂർ 6 മണിക്കൂർ ആയോണ്ടാണല്ലേ കാണാൻ വിഷമം. വേണ്ട, കാണാൻ പറ്റുന്ന സമയത്തിൽ അരമണിക്കൂർ വെച്ച് ഞങ്ങൾ സംവാദം ഇറക്കി തരാം. എന്നിട്ട് ലോകം കാണട്ടെ. ഫൈസൽ മുസ്ലിയാർ നിലംപരിശായി എന്ന് സലഫി പറഞ്ഞ ആ നിലംപരിശം ലോകം കാണട്ടെ. അത് ഞങ്ങളെ കഴിവുകൊണ്ടല്ല, മറിച്ച് ഞാൻ ആലിമോ അല്ല, ഞാനൊരു പണ്ഡിതനോ അല്ല, മറിച്ച് തൗഹീദിന്റെ ഒപ്പം നിന്നാൽ ആലിമു വേണ്ട, ഒരു സാധാരണക്കാരന് പറ്റും. തൗഹീദ് അജയ്യമാണ്. ഏത് ശിർക്കിന്റെ ആളുകളെയും നമുക്ക് അവിടെ ചെന്നിട്ട് ഓടിക്കാവുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് അവിടെ മനസ്സിലാവും. പിന്നെ താജു അടുത്ത പറഞ്ഞെന്തറിയോ? എല്ലാം ശിർക്കെന്ന്. ജിന്നിനോടുള്ള ചോദ്യം, എല്ലാം ശിർക്കെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ചെന്നപ്പോ എന്തായി? ശിർക്കല്ലാത്തുണ്ടെന്ന് പറഞ്ഞു. പച്ച നോണാണ്. ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ലാത്തതുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് എന്ന് റാഖിബാദയോട് പറയുന്നത് അത് ശിർക്കല്ല എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ആരാ? നാസറുദ്ദീൻ അൽബാനി പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും റുഖിയ ചെയ്യാണെങ്കിൽ എന്നതിന്റെ അപ്പുറം പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാര് അതും പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ശിർക്കല്ലാത്ത ഒരേ ഒരു റാഖിയുടെ ബാധയോടുള്ള സംസാരം എനിക്കറിയാവുന്നത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് താജ് എന്ത് ചെയ്ത്? ജിന്നിനോടുള്ള ചോദ്യം. ആ ചോദ്യം കൊണ്ട് താജ് ഉദ്ദേശിക്കണം എന്താ? ഇസ്തിആനത്താണ്. ഇസ്തിആനത്ത് ശിർക്കായതും അല്ലാത്തതും ഉണ്ടെന്ന് അവിടെ വെച്ചിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കുടുങ്ങിയപ്പോ പിന്നെ സലഫി കൈയൊഴിഞ്ഞു എന്നാണ്. സലഫി കൈയൊഴിഞ്ഞിട്ടില്ല താജു. സലഫി പിന്നെ മാലോകം കേൾക്കെ സലഫി പറഞ്ഞത് എന്താ? അവിടെ വെച്ച് ഉത്തരം മുട്ടിക്കാമെന്ന് വിചാരിച്ച് പോയ ഫൈസൽ മുസ്ലിയാർ നിലംപരിശായപ്പോ ശരിക്ക് താജു ആ വേർഡ് എഴുതി വെച്ചോളണം. നിലംപരിശം, മനസ്സിലായോ? നിലംപരിശം അത് എഴുതി വെച്ചോളണം. 10 പ്രാവശ്യം താജു അത് എഴുതി വെച്ച് ശരിക്കും പഠിച്ചോളണം. അത് എന്നെ സംബന്ധിച്ച് എന്നെ പുകഴ്ത്തിയതാണ് താജു.
താജ് മനസ്സിലാക്കേണ്ടത് സലഫി അവിടെ നടത്തിയത് എന്നെ പുകഴ്ത്തിയതാണ്. അതുപോലും താജുവിന് തിരിഞ്ഞില്ല. കണ്ടോ, ഇയാൾക്കെതിരെ സലഫി പറയുന്നു എന്നിട്ട് സലഫി എന്നോട് എന്നെ പുകഴ്ത്തി. എന്നെ സംബന്ധിച്ച് സലഫിയെ പോലത്തെ ഒരു മഹാപണ്ഡിതൻ, എന്നെ പോലത്തെ ഒരു സാധാരണക്കാരൻ നടത്തിയ ഒരു ഡിബേറ്റിൽ എതിർപക്ഷത്തുള്ള ഒരു പണ്ഡിതൻ, എതിർപക്ഷത്ത് പണ്ഡിതനാ, ഞാനൊരു സാധാരണക്കാരനാണ്, മനസ്സിലായോ? ഞാനൊരു സാധാരണക്കാരനാണ്. എതിർപക്ഷത്ത് ഫൈസൽ മുസ്ലിയാർ എന്ന പണ്ഡിതനാണ്. ആ പണ്ഡിതനുമായി അവരുടെ മുഖാമുഖങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തിയ ആ പണ്ഡിതനുമായി ഞാൻ സംവാദത്തിൽ ഏർപ്പെട്ടപ്പോ ആ പണ്ഡിതൻ നിലം പരിശായി എന്ന് പറഞ്ഞാൽ എന്നെ പുകഴ്ത്തിയതാണോ, അഭിനന്ദിച്ചതാണോ, അനുമോദിച്ചതാണോ എന്ന് തിരിച്ചറിയാനുള്ള കവായത പോലും താജുനില്ലാതായി പോയല്ല. ഇതാണ് വെടിവെക്കാൻ വന്നാലത്തെ പ്രശ്നം. നേരെ ചൊവ്വ പറയാനുള്ളത് പറഞ്ഞാൽ താജുവിന് അത് മനസ്സിലാകും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെ പിന്നെ കോഴിച്ചിനെ സംവാദത്തിൽ, അതും സലഫി പറഞ്ഞു, കോഴിച്ചിന് സംവാദത്തിൽ എന്ത് ചെയ്തു? കോഴിച്ചിന് സംവാദത്തിൽ പിന്നെ ആ സംവാദം വെല്ലുവിളിച്ചു. ആ വെല്ലുവിളിയിൽ രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ പന്നിപ്പാറയിൽ നടത്തിയിട്ടുള്ള ആ തട്ടിപ്പ് പിന്നെ മറക്കാൻ വേണ്ടിയിട്ട് ആയത്തോതിയെന്നും സലഫി ആരോപിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആയത്തോതിയിട്ടുണ്ടോ? ഇപ്പൊ പറയാണ് ഞങ്ങള് ഇസ്തിംതാഹ് രണ്ടെണ്ണം എന്നാ പറഞ്ഞേ. ഇപ്പൊ നമ്മളൊരു കുട്ടിയുണ്ടല്ലോ, മൂസാക്കാരന്റെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അനസ് മൗലവി കളവ് പറയുന്നു. ഇവരെന്താന്നറിയോ? ഈ ഫൈസൽ മുസ്ലിയാർ നുണ പറഞ്ഞു, കാന്തപുരത്തെ പോലെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്ന് മാലോകര് തിരിച്ചറിഞ്ഞു. തഫ്സീറുൽ ഖുർതുബി അനസ് മൗലവി വായിച്ചു. അത് മാലോകരെല്ലാം ഏറ്റെടുത്തു. ഖുർആൻ ദുർവ്യാഖ്യാനിക്കാന്ന് പറഞ്ഞാൽ ആർക്കും സഹിക്കണ കാര്യമല്ലല്ലോ. അപ്പോ എന്ത് ചെയ്തു? ഞങ്ങൾ മാത്രമല്ല, നിങ്ങളും ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നടക്കുക. നിങ്ങളും ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ദുർവ്യാഖ്യാനിച്ച് എന്തിനു വേണ്ടിയിട്ടാ? ശിർക്കല്ലെന്ന് പറയാൻ. നമ്മൾ ദുർവ്യാഖ്യാനിച്ചതോ ശിർക്കാണെന്ന് പറയാൻ. ഇതാണല്ലോ ഇപ്പൊ വ്യത്യാസം, ദുർവ്യാഖ്യാനത്തിന്റെ വ്യത്യാസം. ശിർക്കാണെന്ന് പറയാൻ ദുർവ്യാഖ്യാനിക്കണ്ടല്ലോ കൂട്ടരെ ഖുർആനെ. അല്ലാത്തവരോട് സഹായം തേടുന്നത് ശിർക്കാണെന്ന് പറയാൻ ഖുർആനെ ദുർവ്യാഖ്യാനിക്കണോ? ജിന്നിനോടും മലക്കിനോടും മരണപ്പെട്ടവരോടും സഹായം തേടുന്നത് ശിർക്കാണെന്ന് പറയാൻ ഖുർആനെ ദുർവ്യാഖ്യാനിക്കണോ? സലഫിക്ക് ദുർവ്യാഖ്യാനിക്കണോ? കായക്കൊടിക്ക് ദുർവ്യാഖ്യാനിക്കണോ? അപ്പൊ ഇവരെ ചിന്ത എന്താ? ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണെന്ന് പറയാൻ ഖുർആൻ ദുർവ്യാഖ്യാനിക്കണം എന്നാണല്ലോ ഇപ്പൊ താജു വിചാരിച്ചിരിക്കുന്നത്. താജുന്റെ വിചാരത്താണല്ലോ, ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കാണ് എന്ന് പറയാൻ ഖുർആൻ ദുർവ്യാഖ്യാനിക്കണം. മാലിക് സലഫിന്റെ വിചാരം എന്താ? മാലിക് സലഫി കണ്ടോ, ജിന്നുകള് പിന്നെ സൂറത്ത് ജിന്ന് 6-ാമത്തെ ആയത്തിന്റെ പിന്നെ വ്യാഖ്യാനത്തിൽ തൊബരി പറഞ്ഞത് എടുത്താൽ സലഫി ദുർവ്യാഖ്യാനിച്ചു, ഖുർആനെ ദുർവ്യാഖ്യാനിച്ചിട്ട് സലഫി എന്താ പറഞ്ഞത്? ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കാണെന്ന്. ഇടക്കൂട്ടൻ ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കാണെന്ന് പറയാൻ ഖുർആൻ ദുർവ്യാഖ്യാനിക്കണോ? അങ്ങനെയാണോ നിങ്ങളെ വിശ്വാസം? നേർക്ക് നേരെ പറയാൻ പറ്റില്ലേ? അപ്പോ അടുത്ത ചാർജ് ഷീറ്റ്, ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കാണെന്ന് പറയണമെങ്കിൽ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്ന വിശ്വസിക്കുന്ന കൂട്ടരാണ് ഈ വിസ്ഡം. മനസ്സിലായോ? നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചത് എന്തിനാ? ഫൈസൽ മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ചത് എന്തിനാ? ഫൈസൽ മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ചത് ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കല്ലെന്ന് തെളിയിക്കാൻ. രണ്ടു കൂട്ടരും വ്യത്യാസം മനസ്സിലായോ? അപ്പോ ഈ ദുർവ്യാഖ്യാനിച്ചതും വെറുതെ പറയാണ് എന്ന് ഇതിൽ തന്നെ മനസ്സിലായി. ഫൈസൽ മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ചത് സത്യമാണ്. നിങ്ങളറിയോ, സൂറത്ത് അന്നാം 128-ാമത്തെ ആയത്തോതി ഹുസൈൻ സലഫി അംഗീകരിച്ചില്ല. ഇപ്പൊ ഇസ്തിംതാഹ് പറഞ്ഞ എന്തിനാണെന്ന് അറിയോ? ആയത്തോതി എന്താ? പിന്നെ നാസർ സുല്ലമിന്റെ ചോദ്യം ജിന്നുകളോട് ഹയ്യും ഹാദിറും ഖാദിറും മുസ്ലിമും. നാസർ സുല്ലമി അവിടെ ചോദിക്കുന്നുണ്ട്, 4 ഷർത്താണ് നാസർ സുല്ലമി പറഞ്ഞത്. ഹയ്യും ഹാദിറും ഖാദിറുമാ മുസ്ലിമുമായ ജിന്നിനോട് നടത്തുന്ന സഹായത്തേട്ടത്തിൽ വസീലത്തുൻ ഇല ശിർക്ക് എന്ന് പറഞ്ഞാൽ ശിർക്കല്ലാത്ത സഹായത്തേട്ടത്തിന് ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിക്കാമോ? അപ്പൊ ഇയാള് എന്നിട്ട് പറയുന്ന മറുപടി നിങ്ങളൊക്കെ കേട്ടിട്ടില്ല, യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കിക്കോ, കോഴിച്ചിന് സംവാദം ഉണ്ടല്ലോ. ഇയാൾ പറഞ്ഞെന്താ? ശിർക്കായതിന് തെളിവോതേണ്ടതില്ലല്ലോ. ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും, ശിർക്കായതിനുള്ള തെളിവാണ്. വല്ലദീന തദഉന മിൻ ദൂനി, അത് ശിർക്കായതിന് തെളിവാണ്. ഇനിയോ ശിർക്കല്ലാത്തതിന് തെളിവാണോ? അതാ ശിർക്കല്ലാത്തതിനുള്ള തെളിവ് സൂറത്ത് അൻആം 128. അപ്പൊ ഇയാൾ ആയത്തോതി എന്തിനാ? ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോ
ശിർക്കല്ലെന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ സൂറത്ത് അൻആം 128 ഓതി. എന്നിട്ട് ഇയാൾ പറയാ ഞാനത് ഇസ്തിംദാഅ് 2 എന്ന് പറയാനാ. ഇസ്തിംദാഅ് 2 എന്ന് നാസർ സുലൈമി ചോദിച്ചോ? ഇസ്തിംദാഅ് 2 എന്ന് നാസർ സുലൈമി ചോദിച്ചിട്ടില്ല. ഇയാൾ പറഞ്ഞതാ, ഇയാളിപ്പോ പറഞ്ഞടക്കണതാ. ഇയാൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞെന്നറിയോ? ഹുസൈൻ സലഫി അംഗീകരിച്ചില്ല ഈ ആയത്ത്. പിന്നെ എന്തിന്? ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കല്ല എന്നതിന് ഫൈസൽ പറഞ്ഞ പോലെ ആര് സമ്മതിച്ചില്ല? ഹുസൈൻ സലഫി സമ്മതിച്ചില്ല. ഇല്ലെങ്കിൽ പറയും ഹുസൈൻ സലഫി ആണെന്ന് പറയും. ഞാൻ പറഞ്ഞ നോണാണെങ്കിൽ ഹുസൈൻ സലഫി പബ്ലിക്കായിട്ട് പറയട്ടെ. ഹുസൈൻ സലഫി അവിടെ ജബ്ബാർ മൗലവി തൃശ്ശൂരിൽ നിന്നിട്ട് എന്തോ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കിൽ ഒരു പഴവ് വന്നതും ഒക്കെ പിടിച്ചിരിക്കാണല്ലോ. അദ്ദേഹത്തിന്റെ പ്രായവും അദ്ദേഹത്തിന്റെ പിന്നെ ഇഖ്ലാസും അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള സമീപനവും ഈ വിഷയത്തിൽ തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള അദ്ദേഹത്തിന്റെ പിന്നെ ഗുണകാംക്ഷയൊക്കെ കൂടെ കാണാതെ അകപ്പാടെ പറഞ്ഞ വാക്കും പറഞ്ഞിട്ട് ഷാർജയിൽ വന്നിട്ട് ക്ലിപ്പിട്ട് ആര്? ഹുസൈൻ സലഫി പാവം അബ്ദുൽ ജബ്ബാർ മൗലവിക്കെതിരെ തൃശ്ശൂർ ജില്ലയിലത്തെ. ഞാൻ പറയുന്നു, പിന്നെ ഫൈസൽ മുസ്ലിയാർ സൂറത്ത് അൻആം 128 ആയത്ത് ജിന്നുകളോടുള്ള സഹായത്തേട്ടം ശിർക്കല്ലാത്തതിന് തെളിവുണ്ടോ എന്ന നാസർ സുല്ലമിയുടെ ചോദ്യത്തിന് മറുപടിയായി ഓതിയത് ഹുസൈൻ സലഫി അംഗീകരിക്കില്ല. ഹുസൈൻ സലഫി അത് തള്ളി. ഫൈസൽ മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ചതാണെന്ന് തള്ളി. അല്ലെങ്കിൽ സലഫി പറയാ അല്ല ഞാൻ അംഗീകരിക്കുന്നുണ്ട്, ഫൈസൽ പറഞ്ഞാൽ സത്യം. പറപ്പൂര് തള്ളി, PN തള്ളി. പിന്നെന്താ വഴി? ഫൈസലിന് എന്താ വഴി? ആയത്തോദ്യം ചെയ്തു ഫൈസൽ മുസ്ലിയാർ. ആയത്തോതി ശിർക്കല്ലാത്തതിൽ സഹായത്തേട്ടം ശിർക്കാണോ എന്ന ശിർക്കല്ലേ അല്ല അതിന് തെളിവുണ്ടോ എന്ന് നാസർ സുലൈമിയുടെ ചോദ്യത്തിന് ഇന്നാ പിടിച്ചോ ആയത്ത് ശിർക്കായതിന് 2 ഓതി, ശിർക്കാവാത്തതിന് 1 പിടിച്ചോ എന്ന് പറഞ്ഞ് അൻആം ഓതി. ആരോതി? ഫൈസൽ മുസ്ലിയാർ ഓതി. ഏറ്റെടുക്കൂല, വിസ്തത്തിന്റെ നേതാക്കന്മാർ ഏറ്റെടുക്കും. കാരണം അവർക്കറിയാം ഇത് ദുർവ്യാഖ്യാനാണെന്ന്. ഇത് ദുർവ്യാഖ്യാനമാണെന്ന് അവർക്ക് വ്യക്തമായിട്ടും അറിയാം. അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാർ പുതിയത് കണ്ടുപിടിച്ചു. ഞാൻ അവിടെ ഉദ്ദേശിച്ചത്, ഞാൻ അവിടെ പറഞ്ഞത് എന്താണ്? ഞാൻ അവിടെ പറഞ്ഞത് പിന്നെ ഈ ഇസ്തിംദാഅ് 2 എന്നാണ്. ഇസ്തിംദാഅ് 2 തെളിയിക്കാനാണ് ഞാൻ ആയത്തോതിയത്. ഇപ്പൊ മൂസാക്കാര പറയാ ഇസ്തിംദാഅ് 2 കള്ളുകൂടിയും വ്യഭിചാരമൊക്കെ ഖുർത്തുബിയിലുണ്ട്. ഖുർത്തുബിയിലുള്ളത് അനസ് മൗലവി മൂടി വെച്ചു. വിസ്തവും കാനമും തമ്മിലുള്ള തർക്കം കള്ളുകൂടിയും വ്യഭിചാരവും ശിർക്കാണോ വസീലത്ത് ശിർക്കാണോ എന്നാണല്ലോ. ഇപ്പൊ വിസ്തവും കാനമും തമ്മിലുള്ള തർക്കം. പിന്നെ അനസ് മൗലവി അതിനെ ഉദ്ധരിക്കാൻ തർക്കത്തിലുള്ള വിഷയത്തിലേക്ക് തഫ്സീറിൽ നിന്ന് ഉദ്ധരിക്കണ്ടു. അതല്ലെങ്കിൽ ഇപ്പൊ കള്ളുടി വ്യഭിചാരം പിന്നെ വസീലത്തിൽ ശിർക്കാണെന്ന വാദം വന്നോ? എന്നാ പിന്നെ നമുക്ക് ഉദ്ധരിക്കാം. എന്നിട്ട് ഫൈസൽ മുസ്ലിയാരെ രക്ഷപ്പെടുത്താൻ മൂസ കളിക്കുന്ന കളിയുണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. മൂസക്ക് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇസ്ലാം പാഠശാല ഒരു വകുപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കാണ്. സഹോദരങ്ങളെ, ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട് 2012 മുമ്പ് ശിർക്കല്ല എന്നായിരുന്നു. മടവൂരികളായിട്ടുള്ള ആളുകൾ, മർക്കസുദ്ധവക്കാരായിട്ടുള്ള ആളുകൾ അവർ പറഞ്ഞിടന്നു. അതിനെ ഒപ്പിച്ച് നമ്മൾ ശിർക്കാക്കിയതാണ് എന്ന് പറയുന്ന ആളുകൾ ഈ ഒരൊറ്റ ഇസ്ലാഹ് ഞാൻ കേരളത്തിൽ സംസാരിക്കുന്നിടത്തൊക്കെ ഈ ഇസ്ലാഹ് ഉദ്ധരിച്ചു. ഇതുവരെ മിണ്ടിയിട്ടില്ല. ഈ ഇസ്ലാഹ് മാർച്ച് 2007 ഇസ്ലാഹ് ആരാ? പത്രാധിപ സമിതി, ഹുസൈൻ സലഫി, ഫൈസൽ മുസ്ലിയാർ. ഇവർ രണ്ടുപേരും ആണ് പത്രാധിപ സമിതി. വേറുണ്ട്. ഞാനിപ്പോ അവരുടെ പ്രധാന നേതാക്കന്മാരായിട്ടുള്ള ആളുകളെ മാത്രമാണ് ഉദ്ധരിച്ചത്. ആരാ? ഹുസൈൻ സലഫി, ഫൈസൽ മുസ്ലിയാർ. വിസ്തത്തിന്റെ പണ്ഡിത സഭാംഗങ്ങൾ പത്രാധിപ സമിതിയായിട്ട് ഇറക്കിയ ഈ പറയുന്ന ഇസ്ലാഹിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് പറയുന്നു. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അവിടെ അദ്ദേഹം പിന്നെ MPA ഖാദർ കരുവമ്പയിൽ എഴുതുകയാണ്. അദ്ദേഹം എഴുതുന്നു, മരണപ്പെട്ടവർക്ക് തങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്ക് തന്നെ. മരണപ്പെട്ടവർക്ക് തങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് ശിർക്ക് തന്നെ. കാരണം അത് സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യമാണ്. ഒരു സൃഷ്ടിക്ക് മനുഷ്യർക്ക് കഴിയില്ല മരണത്തിന് ശേഷം വേറൊരാളെ സഹായിക്കാൻ. അതുകൊണ്ട് സൃഷ്ടി കഴിവിന് അതീതമായ കാര്യമാണ്. അങ്ങനെ മരണപ്പെട്ട ആൾ തന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ, മൊഹീദ്ദീൻ ഷേഖ് എന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്ക് തന്നെ. ഇപ്രകാരം തന്നെയാണ് വിളിച്ചു തേടുന്നവരെ സഹായിക്കാൻ മലക്കുകൾക്കും ജിന്നുകൾക്കും കഴിയുമെന്ന വിശ്വാസം. കരയിൽ മുങ്ങിത്താഴുന്നവനായാലും പിന്നെ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ പോലെ ഒരു 50 രൂപ എത്ര ചോദിച്ചത്? വായ്പ ചോദിച്ചാല് 10 രൂപ, സോറി 40 രൂപ കൂടി കുറച്ചിട്ടുണ്ട്.
10 രൂപ ചോദിച്ചാൽ ജിന്നെ 10 രൂപ തരൂ എന്ന് ചോദിച്ചാൽ അത് ശിർക്കാവൂല എന്ന് ഫൈസൽ മുസ്ലിയാർ ഇപ്പൊ പറഞ്ഞിറക്കുന്നുണ്ടല്ലോ. ആ പറഞ്ഞതിനെതിരെ ഫൈസൽ മുസ്ലിയാരുടെ പത്രാധിപ സമിതിയിൽ എഴുതി ഇപ്രകാരം തന്നെയാണ് വിളിച്ചു തേടുന്നവരെ സഹായിക്കാൻ മലക്കുകൾക്കും ജിന്നുകൾക്കും കഴിയുമെന്ന വിശ്വാസവും അവർക്ക് കഴിവില്ല. മനുഷ്യരെ വിളിച്ചു തേടുമ്പോഴെല്ലാം അവരെ സഹായിക്കുക എന്നത് സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യമല്ല എന്ന് ആരെഴുതി? 2007 മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് ഹുസൈൻ സലഫി എഴുതി, അദ്ദേഹത്തിന്റെ പത്രാധിപ സമിതിയിൽ എഴുതി, ഫൈസൽ മുസ്ലിയാരുടെ പത്രാധിപ സമിതിയിൽ എഴുതി. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. ജിന്നെ സഹായിക്കണേ, അത് പുഴയെന്ന് രക്ഷപ്പെടാനായാലും ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ പോലെ 10 രൂപ ചോദിച്ചാലും, അത് കുറ്റിക്കാട്ടിലെ ജിന്നിനോട് സാലിംക പറഞ്ഞ പോലെ ചോദിച്ചാലും, അത് പിന്നെ സക്കരിയ സ്വലാഹി പറഞ്ഞ പോലെ ഒന്ന് പിടിക്കുന്ന പറഞ്ഞാലും, അത് ജബ്ബാർ മൗലവി പറഞ്ഞ പോലെ ഇരുളിൽ തപ്പുമ്പോൾ വെളിച്ചം തായോ എന്ന് ചോദിച്ചാലും എല്ലാം ശിർക്കാണ്. കാരണം എന്താ? സൃഷ്ടികൾ ചോദിക്കുമ്പോൾ ഉത്തരം ചെയ്യാനുള്ള കഴിവ് ആർക്കില്ല? ജിന്നുകൾക്കില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനം 2007 വരെ അത് കൃത്യമായി എഴുതി. 2008 ഇദ്ദേഹം ജബ്ബാർ മൗലവിയാണ് ഇത് എഴുതിയത്. അതിനുശേഷമാണ് ഈ ജിന്നുവാദം വന്നത്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ആവർത്തിച്ച് പറയുന്നു, മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടിയാൽ ഷിർക്കാണ്, ഷിർക്കാണ്, ഷിർക്കാണ്. വക്കം മൗലവി പറഞ്ഞത്, ഉമർ മൗലവി പറഞ്ഞത്, KM മൗലവി പറഞ്ഞത്, മൂസ മൗലവി പറഞ്ഞത്, അലവി മൗലവി പറഞ്ഞത്, അമാനി മൗലവി പറഞ്ഞത്, കുഞ്ഞീദ് മദനി പറഞ്ഞത്, അബ്ദുൽ ഹക്ക് സുല്ലമി പറഞ്ഞത്, അതുപോലത്തെ പണ്ഡിതന്മാര് പറഞ്ഞത്, മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടിയാൽ ഷിർക്കാണ്, ഷിർക്കാണ്, ഷിർക്കാണ്. അതുകൊണ്ട് ജിന്നുകളോട് സഹായം തേടിയാൽ ഷിർക്കാണ്, ഷിർക്കാണ്, ഷിർക്കാണ്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. ഈ നിലപാടിൽ നിന്ന് കൊതറിയിട്ട് കള്ളം പറഞ്ഞു നടന്നതുകൊണ്ട് കാര്യമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ വിഷയകമായി ചോദിക്കാനുണ്ടെങ്കിൽ, എനിക്ക് അറിവുള്ള കാര്യമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ മറുപടി നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാത്തു അലാ